ഈ വാർത്ത പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. 6 പേർക്ക് പുതുജീവനേകി വാഹനാപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശി ഐസക് ജോർജിന്റെ മടക്കം. 33-കാരന്റെ ഹൃദയം തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം കൊച്ചിയിലെ ലിസി ആശുപത്രിയിലേക്ക് അല്പസമയത്തിനകം എത്തിക്കും. കൊച്ചിയിലും തിരുവനന്തപുരത്തും പോലീസ് റോഡ് ഗതാഗതം നിയന്ത്രിച്ചു. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ള അങ്കമാലി സ്വദേശിയാണ് ഹൃദയം സ്വീകരിക്കുന്നത്. ഐസക് ജോർജിന്റെ ഹൃദയം ഇനി മറ്റൊരാളിൽ മിടിക്കും. ഇന്നലെയാണ് കൊട്ടാരക്കര സ്വദേശി ഐസക് ജോർജിന്റെ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത്. ഐസക്കിന്റെ ആഗ്രഹപ്രകാരം കുടുംബം അവയവദാനത്തിന് തയ്യാറായി. ഭയങ്കര ക്രിയേറ്റിവിറ്റിയാണ്, ഭയങ്കര സ്കില്ലും പാഷനുള്ള ഒരു വ്യക്തിയാണ് ഐസക് എന്ന് പറയുന്നത്. ഒരുപാട് വായിക്കും. അപ്പം ആ കഫേയിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, പുള്ളിയുടെ ലോകം നമ്മൾ വിചാരിക്കാതിനപ്പുറത്ത് തന്നെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഉച്ചയ്ക്ക് 12:15 ഹൃദയവുമായി മെഡിക്കൽ സംഘം കിംസിൽ നിന്ന് പുറപ്പെട്ടു. 5 മിനിറ്റിനുള്ളിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ. സമയം നോക്കിയിരുന്നില്ല, ഏകദേശം ഒരു 5-10 മിനിറ്റ് പോലും എടുത്തിട്ടില്ല. 5 മിനിറ്റ് മാക്സിമം. എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ടീവ് ആയിരുന്നു. എയർ ആംബുലൻസ് വഴി കൊച്ചി ഹയാത്തിലെത്തിക്കുന്ന ഹൃദയം റോഡ് മാർഗം ലിസി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അങ്കമാലി സ്വദേശിയായ 28-കാരനാണ് ഐസക്കിന്റെ ഹൃദയം ലഭിച്ചത്. ഐസക്കിന്റെ കരളും ഒരു വൃക്കയും കിംസ് ആശുപത്രിയിലും, ഒരു വൃക്ക തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും, 2 കോർണിയ കണ്ണാശുപത്രിക്കും കൈമാറി. 24 തിരുവനന്തപുരം. അല്പസമയത്തിനകം എയർ ആംബുലൻസ് കൊച്ചിയിലെത്തും. ഗതാഗത നിയന്ത്രണം കൊച്ചിയിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൊച്ചി ലുലു ഹയാത്തിലെത്തിക്കുന്ന അവിടുത്തെ ഹെലിപാഡിൽ ഇറക്കുന്ന എയർ ആംബുലൻസ്, അതിൽ നിന്നും ഹൃദയം റോഡ് മാർഗം ലിസി ആശുപത്രിയിലേക്കാണ് കൊണ്ടുവരുന്നത്. ലുലു ഹയാത്തിൽ നിന്നും സൂര്യശ്രീ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. സൂര്യശ്രീ, തിരുവനന്തപുരത്തു നിന്ന് പുറപ്പെട്ടു, കൊച്ചിയിൽ വൈകാതെ എത്തും. എന്തൊക്കെ ക്രമീകരണങ്ങൾ ഹയാത്ത് മുതൽ ഇപ്പോൾ ലിസി ആശുപത്രി വരെയുള്ള റോഡ്, അവിടെയാണല്ലോ ഗതാഗത നിയന്ത്രണം വേണ്ടത്. അത് പോലീസ് എന്തൊക്കെ ക്രമീകരണങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് സുരേഷ്? വിജയകുമാർ, അവയവ മാറ്റത്തിലൂടെ ഒരു പുതുജീവനേകാൻ കേരളം ഒന്നാകെ കൈകോർക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. തിരുവനന്തപുരത്ത് മസ്തിഷ്ക മരണത്തിലൂടെ കിംസ് ആശുപത്രിയിൽ ഇന്നലെയാണ് കൊട്ടാരക്കര സ്വദേശിയായ ഐസക് ജോർജ് മരിക്കുന്നത്. തുടർന്ന് ഐസക് ജോർജിന്റെ ഹൃദയം ഇവിടെ അങ്കമാലി കൊച്ചിയിലെ ലിസി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അങ്കമാലി സ്വദേശിയായ 28-കാരനിലാണ് മാറ്റിവെക്കുന്നത്. ഹൃദയവുമായി അല്പസമയം മുൻപാണ്, ഏകദേശം 11:30യോടുകൂടിയാണ് തിരുവനന്തപുരത്ത് നിന്ന് എയർ ആംബുലൻസ് കൊച്ചിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. ഏകദേശം 1:10 അല്പസമയത്തിനകം തന്നെ കൊച്ചി ബോൾഗാട്ടിയിലെ ഗ്രാൻഡ് ഹയാത്തിലെ ഹെലിപാഡിൽ ഈ എയർ ആംബുലൻസ് വന്നിറങ്ങും. ഇവിടെ ഹെലിപാഡിൽ വന്നിറങ്ങുന്ന എയർ ആംബുലൻസിൽ നിന്ന് ഹൃദയം ആംബുലൻസിലേക്ക് മാറ്റി പ്രത്യേകം മെഡിക്കൽ സംവിധാനമുള്ള ആധുനിക സജ്ജീകരണങ്ങളുള്ള ആംബുലൻസ് വഴി റോഡ് മാർഗമായിരിക്കും ലിസി ആശുപത്രിയിലേക്ക് ഹൃദയം എത്തിക്കുക. 4 ഡോക്ടേഴ്സ് അടങ്ങുന്ന മെഡിക്കൽ സംഘം ഇതിനൊപ്പം അനുഗമിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് അനുഗമിക്കുന്നുണ്ട്. ഡോക്ടർ ജോ ജോസഫ് അടക്കം സംഘത്തിലുണ്ട്. ഇവർ ഈ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള ഈ ആംബുലൻസ് വഴി റോഡ് മാർഗമായിരിക്കും ലിസി ആശുപത്രിയിലേക്ക് എത്തുക. ഈ ഗ്രാൻഡ് ഹയാത്തിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ ദൂരമാണ് ലിസി ആശുപത്രിയിലേക്കുള്ളത്. ഇവിടെ നിന്ന് ഹൃദയം എത്തിച്ചാൽ 6 മിനിറ്റിനകം തന്നെ ലിസി ആശുപത്രിയിൽ എത്തിക്കുന്നതിന് വേണ്ട ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. പോലീസ് കൃത്യമായ ഗതാഗത നിയന്ത്രണങ്ങൾ തന്നെ നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. നമുക്കറിയാം, ഹൈക്കോർട്ട് മാർഗം കച്ചേരിപ്പടിയിലൂടെയാണ് ലിസി ആശുപത്രിയിലേക്ക് എത്തുന്നത്. ഇവിടെയെല്ലാം തന്നെ തിരക്കേറിയ ഒരു സമയമാണ് കൊച്ചിയിൽ. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു ഗതാഗത നിയന്ത്രണങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. തിരക്കേറിയ പല ഭാഗങ്ങളും പോലീസിന്റെ ഒരു പ്രത്യേകമുള്ള ഒരു സന്നാഹം തന്നെ ഉണ്ട്. ഇവിടെ നിന്ന് എത്തിച്ചാൽ ഉടൻ തന്നെ ഏകദേശം 6 മിനിറ്റിനകം ലിസി ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന രീതിയിലായിരിക്കും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ ലിസി ആശുപത്രിയിൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഈ മൃതസഞ്ജീവനി വഴി എത്തിക്കുന്ന 5ാമത്തെ ഹൃദയം കൈമാറ്റ ഹെലികോപ്റ്റർ മാർഗം എത്തിക്കുന്ന 5ാമത്തെ പ്രക്രിയയാണ് ഇന്ന് നടക്കുന്നത്. അല്പസമയം തന്നെ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട എയർ ആംബുലൻസ് ഇവിടെ ഗ്രാൻഡ് ഹയാത്തിലെ ഹെലിപാഡിൽ വന്ന് ഇറങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെയാണ് കൊട്ടാരക്കര സ്വദേശിയായ ഐസക് ജോർജ് വാഹനാപകടത്തിൽ ചികിത്സയിലിരിക്കെ മസ്തിഷ്ക മരണം അറിയുന്നത്. ഇദ്ദേഹത്തിന്റെ ആഗ്രഹം, അവയവദാനം ഇദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമായിരുന്നു. അതിനുശേഷം ഈ ഹൃദയം മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ട അനുയോജ്യമായ രക്തഗ്രൂപ്പ് കണ്ടെത്തുകയായിരുന്നു മറ്റൊന്ന്. ഇവിടെ ലിസി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അങ്കമാലി സ്വദേശിയായ 28-കാരൻ നേരത്തെ തന്നെ മൃതസഞ്ജീവനി വഴി ഇത്തരത്തിൽ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. തുടർന്ന് ഈ രക്തഗ്രൂപ്പ് അനുയോജ്യമായതിനെ തുടർന്ന് ഇങ്ങോട്ടേക്ക് മാറ്റുകയായിരുന്നു. ഈ ഏതായാലും ഹെലിപാഡിൽ ഈ എയർ ആംബുലൻസ് എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ലിസി ആശുപത്രിയിലേക്ക് ഈ എയർ ആംബുലൻസ് എത്തിക്കും. ശസ്ത്രക്രിയയ്ക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങളും ലിസി ആശുപത്രിയിൽ പൂർണ്ണമാണ്. വിജയകുമാർ. ഐസക് ജോർജിന്റെ ഹൃദയം അവിടെ എയർ ആംബുലൻസിൽ
ലുലു ഹയാത്തിൽ അല്പസമയത്തിനകം എത്തിക്കും. അവിടെ നിന്ന് റോഡ് മാർഗം അത് ലിസി ആശുപത്രിയിലേക്ക് കൊണ്ടുവരും. അവിടെ റോഡ് ഗതാഗതം നിയന്ത്രിക്കുന്നുണ്ട് പോലീസ്. 6 മിനിറ്റ് പരമാവധി, അതിനപ്പുറം എടുക്കില്ല ആശുപത്രിയിൽ നിന്ന്, ഹയാത്തിൽ നിന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ. മാക്സിമം 6 മിനിറ്റ് എന്നുള്ളതാണ് കണക്ക് പോലീസിൻ്റെ. 2 ഡോക്ടേഴ്സ് അനുഗമിക്കുന്നുണ്ട്. ലിസി ആശുപത്രിയിൽ സർജറിക്ക് വേണ്ട ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയും അവിടെ മെഡിക്കൽ സംഘം കാത്തു നിൽക്കുന്നുണ്ട്. അല്പസമയത്തിനകം എയർ ആംബുലൻസ് ലുലു ഹയാത്തിൽ ഇറങ്ങും. സൂര്യശ്രീയാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ മറ്റു റിപ്പോർട്ടുകളിലേക്ക് പോവുകയാണ്. പോലീസ് കസ്റ്റഡി മർദ്ദനത്തിൽ പരാതികൾ അവസാനിക്കുന്നില്ല. കണ്ണൂർ നാറാത്തു സ്വദേശിയുടെ കർണപുടം ടൗൺ SHO ശ്രീജിത്ത് കോടേരി അടിച്ചു തകർത്തു എന്നതാണ് പുതിയ പരാതി. അഷ്റഫിനാണ് 2017 ക്രൂരമർദ്ദനമേറ്റത്. ക്രൂരമായ മർദ്ദനത്തിൽ 35% കേൾവി നഷ്ടപ്പെട്ടു എന്ന് അഷ്റഫ് 24-നോട് പറഞ്ഞു. കാട്ടാമ്പള്ളി കോട്ടക്കുന്നിൽ വാടകയ്ക്ക് വർക്ക്ഷോപ്പ് നടത്തുകയായിരുന്നു അഷ്റഫ്. വാടകയെ ചൊല്ലി ഉടമയുമായി തർക്കമുണ്ടായിരുന്നു. ഉടമ അന്ന് വളപട്ടണം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അഷ്റഫിന്റെ വർക്ക്ഷോപ്പിലെത്തി കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലെത്തിച്ചത്. തുടർന്ന് സ്റ്റേഷനിൽ വെച്ച് അന്നത്തെ വളപട്ടണം SI ആയിരുന്ന ശ്രീജിത്ത് കൊടേരി ക്രൂരമായി മർദ്ദിച്ചെന്നാണ് പരാതി. ലോക്കപ്പിൻ്റെ അടുത്ത റൂമിൽ ഇങ്ങനെ എന്നെ പിടിച്ചുകൊണ്ടുപോയ പോലീസ് ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ SI ശ്രീജിത്ത് കൊടേരി, അന്ന് വളപട്ടണത്തെ SI ആണ്, അയാൾ കയറി വന്ന് എൻ്റെ 2 കൈ കൊണ്ട് എൻ്റെ ചെവി 2 അടക്ക അടിച്ചു. അയാൾ അടിച്ചപ്പോൾ തന്നെ എനിക്ക് ചെവിയിൽ നിന്ന് മൂളിച്ചൊക്കെ ഒന്നുമില്ല, പ്രകോപനമില്ല, ഒന്നും സംസാരിക്കാതെ അടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സാറേ അടിക്കല്ല, എനിക്ക് നോമ്പുണ്ട്. അന്ന് നോമ്പാണ്, രണ്ടാമത്തെ ദിവസം നോമ്പുണ്ട് സാറേ അടിക്കല്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു എന്തൊക്കെയോ ചീത്തയൊക്കെ പറഞ്ഞ അയാൾ തന്നെ കുനിച്ച് പുറത്തൊക്കെ അടിച്ചു. അന്ന് മുഖ്യമന്ത്രിക്കും DGPക്കും അഷ്റഫ് പരാതി നൽകിയിരുന്നു. യാതൊരു നടപടിയും ഉണ്ടായില്ല. തുടർന്ന് അഷ്റഫ് കോടതിയെ സമീപിച്ചു. 2019 ശ്രീജിത്തിനെതിരെ കോടതി നേരിട്ട് കേസെടുത്തത്. കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കേസിന്റെ വിചാരണ നടപടികൾ നിലവിൽ തുടരുകയാണ്. 24 കണ്ണൂർ. പത്തനംതിട്ട അടൂരിലെ DYFI നേതാവ് ജോയലിന്റെ മരണം പോലീസിന്റെ കസ്റ്റഡി മർദ്ദനം കാരണമെന്ന് കുടുംബം. 2020 ജനുവരി 1 ജോയലിന് മർദ്ദനമേറ്റത്. 5 മാസം പൂർത്തിയാകും മുന്നേ അവശതകളെ തുടർന്ന് ജോയൽ മരിച്ചു. തടയാൻ ശ്രമിച്ച ബന്ധുവിനെയും പോലീസ് ക്രൂരമായി മർദ്ദിച്ചു എന്നും ആരോപണം. ജയകുമാർ എന്ന് പറഞ്ഞ ഒരു സാറ് വന്നിട്ട് അവന്റെ കഴുത്തിന് പിടിച്ചിട്ട് പറഞ്ഞ് ഊതടാന്ന്. അന്നേരം അവൻ പറഞ്ഞു ഞാൻ എന്തിനാ സാറേ ഊതുന്നേ എന്ന് ചോദിച്ചിട്ട് അവനൊരു പാട്ടിക്കാരനാണെന്ന് പറഞ്ഞ് അവൻ്റെ കഴുത്തെ അരുവാളും ചുറ്റി നക്ഷത്രത്തിൻ്റെ മാലയുണ്ട്, ഇതെടുത്ത് കാണിച്ചു. നിന്റെ ചുറ്റിയോ എന്നും ചോദിച്ച് ഈ സിയെ അവൻ്റെ നാവിക്ക് ഒരു പിടിച്ചപ്പോൾ എൻ്റെ കുഞ്ഞ് വളഞ്ഞു കഴിഞ്ഞപ്പോൾ ഇയാൾ മുട്ട് വെച്ച് 2 ഇടി. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്കുണ്ട്. 3ാമത്തെ ഇടിക്ക് എൻ്റെ ഇവിടെ കൊണ്ട് ഞാൻ കാലൂഴി മൂത്രം ഒഴിച്ചു. എനിക്ക് എന്തുവാണെന്നറിയാൻ വയ്യാത്ത രീതിയിൽ ഞാൻ വേദന കൊണ്ട് പൊളഞ്ഞു. അപ്പോഴത്തേന് അവിടുന്ന് ഇവിടുന്നും കൂടെ 4-5 പോലീസ്, ഷിജു പി സാം, ശ്രീകുമാർ, ഇവർ വന്നിട്ട് ഇങ്ങനെ പിടിച്ച് അമ്മക്ക് കൊണ്ട് കുനിച്ച് അവൻ്റെ ഇടിച്ചിടി ലോകത്തൊരു മനുഷ്യൻ കണ്ടു നിൽക്കത്തില്ല. സിയെ വന്നു കഴിഞ്ഞപ്പം മോനാകുമ്പോൾ എൻ്റെ എണ്ണിച്ച് വന്നു. ആ സിയെ വന്നല്ല അറിയുന്നതായതുകൊണ്ട് എണ്ണിച്ച് വന്നു. എണ്ണിച്ച് ഇങ്ങോട്ട് വരിക സിയെ ഇവൻ്റെ ഇവിടെ ഇങ്ങനെ കുത്തിപ്പിടിച്ച് അപ്പോൾ ഇവൻ കൂങ്ങി. അത് മദ്യവെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഊതളാന്ന് പറഞ്ഞു. ഊതളാന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ ഊതൻ്റെ കാര്യമില്ല, ഞാൻ മദ്യവെച്ചിട്ടില്ല. അങ്ങനെ ഈ സിജു പി ശാമുവേൽ ഈ മോനെ പെടലിക്ക് പിടിച്ച് കുലിക്കുകയും പിന്നെ അച്ചാറ പറയാൻ എൻ്റെ കുഞ്ഞിനെ ഇടി തന്നെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഓടിച്ചത് വേറെ എനിക്ക് ഇടിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ ഈ റൈറ്റ് എന്നെ ഇവിടെ കോളറിനെ അവിടെ പിടിച്ച് എന്നെ വെളി തള്ളി. ആ വിഷ്വൽ പരിശോധിക്കുമ്പോൾ അറിയാം, ഞങ്ങൾ ഒരു കള്ളവും നമ്മൾ പറയുന്നില്ല. ആ വിഷ്വൽ പരിശോധിക്കുമ്പോൾ അറിയാം ആരൊക്കെയാണ് ഇത് ചെയ്തതെന്നുള്ളത്. നമ്മൾ പത്തനംതിട്ടയിൽ നിന്ന് തൃശ്ശൂരിലേക്കാണ് പോകുന്നത്. അവിടെയും സമാനമായ പരാതി നിലനിൽക്കുകയാണ്. തൃശ്ശൂരിൽ വീണ്ടും ക്രൂരമായ പോലീസ് അതിക്രമം എന്നാണ് പരാതി. ഓട്ടോറിക്ഷ ഡ്രൈവർ അഖിൽ യേശുദാസനാണ് ക്രൂരമായ മർദ്ദനമേറ്റത്. അന്തിക്കാട് SI ആയിരുന്ന അരിസ്റ്റോട്ടിൽ മർദ്ദിച്ചു എന്നാണ് പരാതി. ബൈക്ക് യാത്രക്കാരനെ ഇടിച്ചിട്ടത് അഖിൽ എന്ന സംശയത്തിൽ വിളിച്ചു വരുത്തി മർദ്ദിച്ചു എന്നാണ് ആരോപണം. അപ്പം എൻ്റെ അപ്പൻ എന്നെ അനുകൂലിച്ച് പറയുന്ന സമയത്ത് എൻ്റെ അപ്പനെ ആള് തെറി പറയണു, നീങ്ങി നിൽക്കണ നായെന്ന് പറഞ്ഞിട്ട് എൻ്റെ അപ്പനെ ആൾ തെറി പറയണം. അപ്പോൾ ഞാൻ ചോദിച്ചു സാർ എന്തിനാ എൻ്റെ അപ്പനെ തെറി പറയണത്, എൻ്റെ വണ്ടി തട്ടിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് അയാൾ എൻ്റെ മൊബൈൽ ഫോണും അതുപോലെ തന്നെ വണ്ടിയുടെ ചാവിയും പിടിച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെറുത്തടിക്കുന്നു. അപ്പോൾ എൻ്റെ കൈമ ഒരു റിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ റിങ് കൊണ്ട് അയാളുടെ മൂക്ക് ജസ്റ്റ് ഇഞ്ചേർഡായി. അപ്പോൾ SIനെ മർദ്ദിക്കുന്നു എന്നുള്ള രീതിയിൽ അവരാക്കി തീർത്ത് അവിടുത്തെ പോലീസുകാരൊക്കെ കൂടി 4-4.5 മണിക്കൂർ നേരം എന്നെ വിലം കെട്ട് മർദ്ദിച്ചു. ഏറ്റവും കൂടുതൽ മർദ്ദിച്ചത് CPO വിനോദാണ്.
അയാൾ ആ സമയത്ത് ഡ്രങ്കണായിരുന്നു. ആ സമയത്ത് അവിടെ മദ്യപിച്ചിട്ടാണ് അയാൾ നിൽക്കുന്നുണ്ടായിരുന്നത്. പരിക്കേറ്റ അഖിൽ നാളെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകും. അമൽ സുരേന്ദ്രൻ വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്ന്. അമൽ, ഇതെപ്പോഴായിരുന്നു ഈ സംഭവം? മറ്റു വിശദാംശങ്ങൾ എന്താണ്? ഇവർ നേരത്തെ എവിടെയെങ്കിലും പരാതി കൊടുക്കുകയോ എന്തെങ്കിലും അന്വേഷണം നടക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ ഈ വിഷയത്തിൽ? വിജയകുമാർ, കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 30-നാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അഖിൽ യേശുദാസ് എന്ന യുവാവിനെ അതിക്രൂരമായിട്ട് മർദ്ദിക്കുകയാണ് എന്നാണ് അദ്ദേഹം നമ്മളോടിപ്പോൾ പറഞ്ഞത്. തൻ്റെ മരണമൊഴിയായി ഇത് കണക്കാക്കണം എന്നൊക്കെ അങ്ങേയറ്റം വികാരത്തോടു കൂടിയാണ് അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നത്. ഏകദേശം ഒരു വർഷത്തിൻ്റെ അപ്പുറം നടന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്ര കാലത്തിന് ശേഷം ഇങ്ങനെയൊരു ആരോപണം അല്ലെങ്കിൽ ഇങ്ങനെയൊരു കാര്യം സംഭവിച്ചുവെന്ന് പൊതുസമൂഹത്തോട് വെളിപ്പെടുത്താനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് നാളെ അദ്ദേഹത്തിന് ശസ്ത്രക്രിയയാണ്. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അത് ഒരുപക്ഷെ ഇത് പുറം ലോകം അറിയാതെ പോകും. അങ്ങനെ സംഭവിക്കരുത്. യഥാർത്ഥത്തിൽ ഈ മർദ്ദനത്തിന്റെ ഭാഗമായാണ് ഇദ്ദേഹത്തിന്റെ ശ്വാസകോശത്തിനും ആന്തരിക അവയവങ്ങൾക്കും ഗുരുതരമായിട്ടുള്ള ആഘാതം ഉണ്ടാവുകയും കഴിഞ്ഞ ഒരു വർഷമായിട്ട് അതിന്റെ ചികിത്സയിലാണ് ഈ യുവാവ് കടന്നു പോകുന്നത്. ഇദ്ദേഹത്തിന് ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല. നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം നേടിയ ഒരാളാണ്, ബികോമിനും അപ്പുറം പഠിച്ച ഒരാളാണ്. അദ്ദേഹത്തിന് മറ്റൊരു ജോലിക്കും പോകാൻ പറ്റാത്തൊരു സ്ഥിതിഗതിയാണുള്ളത്. കുടുംബത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ്. അച്ഛനായിട്ടുള്ള യേശുദാസ് ഓട്ടോ ഓടിച്ച് കിട്ടുന്ന തുച്ഛമായ വേതനം കൊണ്ടാണ് ഈ ഒരു കുടുംബത്തിന്റെ ഉപജീവന മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുന്ന ഒരു കുടുംബത്തിനാണ് ഈ ഒരു ദുർഗതി ഉണ്ടായിരിക്കുന്നത്. അന്തിക്കാട് സ്റ്റേഷനിൽ വെച്ച് അന്നത്തെ SI ആയിരുന്ന അരിസ്റ്റോട്ടിലും CPI ആയിരുന്ന വിനോദും തന്നെ അതിക്രൂരമായി മർദ്ദിച്ചു എന്നാണ് വിനോദ് പറയുന്നത്. ഈ ഒരു ഓട്ടോ വഴിയിൽ വെച്ച് ഒരു ബൈക്ക് യാത്രക്കാരനെ ഇടിക്കുന്നു എന്നൊരു പരാതി ലഭിക്കുകയും ആ ഓട്ടോ യഥാർത്ഥത്തിൽ അഖിലാണ് ഓടിച്ചിരുന്നത് എന്നൊരു ആരോപണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും എന്നാൽ അഖിൽ അത് നിഷേധിക്കുകയും യഥാർത്ഥത്തിൽ താനല്ല ഓട്ടോ ഓടിച്ചിരുന്നത്, തൻ്റെ ഓട്ടോയുമല്ല, തൻ്റെ അച്ഛനൊരു ഓട്ടോ ഉണ്ടായിരുന്നു, പക്ഷേ ആ ഓട്ടോയല്ല ഇടിച്ചത് എന്ന് CCTV ദൃശ്യങ്ങൾ വെച്ച് സ്ഥാപിക്കുകയും ചെയ്തു. അതിനുശേഷവും ഈ ഒരു തങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി എന്ന് പോലീസിനെ മനസ്സിലാക്കിയെങ്കിലും ഭീഷണി തുടരുകയായിരുന്നു പോലീസ് ചെയ്തത്. നിന്നെ കഞ്ചാവ് കേസിൽ ഉൾപ്പെടുത്തും, നിന്റെ കുടുംബം തുലച്ചു കളയും, ഞങ്ങൾക്കെതിരെ പരാതിയുമായി പോയാൽ നിന്നെ ജോലി ചെയ്ത് ജീവിക്കാൻ അനുവദിക്കില്ല തുടങ്ങിയ ഒരു പ്രതികരണങ്ങൾ അല്ലെങ്കിൽ ഭീഷണികളാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നാണ് അഖിലും ആ കുടുംബവും അല്പസമയം മുൻപ് നമ്മളോട് പറഞ്ഞത്. ഇതേ തുടർന്ന് കാണേണ്ട ഗൗരവമായൊരു കാര്യം എന്ന് പറയുന്നത് DYSP അടക്കമുള്ള ആളുകൾ, ഉന്നത ഉദ്യോഗസ്ഥർ ഈ കേസിനെ ഒതുക്കി തീർക്കാനുള്ള ഒരു ശ്രമം നടത്തുകയുണ്ടായി. പരാതിയുമായി മുന്നോട്ട് പോകരുത്, ഇത് നിങ്ങൾക്ക് തന്നെ ആപത്തായി വരും എന്നുള്ള തരത്തിൽ രമ്യതയിലേക്ക് ഈ ഒരു കേസിനെ കൊണ്ടുപോയി എത്തിക്കാനാണ് പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ പോലും ശ്രമിച്ചത്. പക്ഷേ അന്നത്തെ ആ മർദ്ദനത്തിന്റെ ആഘാതം ഇപ്പോഴും ആ കുടുംബത്തെ വിട്ടുമാറിയിട്ടില്ല. അഖിലിന്റെ കുടുംബ ജീവിതത്തെ തന്നെ, ഭാര്യയും ഒരു കുട്ടിയുമുള്ള ആളാണ് അഖിൽ, അയാളുടെ കുടുംബ ജീവിതത്തെ തന്നെ അത് ഉലച്ചു കളഞ്ഞിരിക്കുകയാണ്. മറ്റൊരു ജോലിക്ക് പോകാനും അയാൾക്ക് സാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് നാളെ ശ്വാസകോശത്തിന് തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ശസ്ത്രക്രിയ നടക്കാനിരിക്കുന്നത്. വിജയകുമാർ. അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന്. വ്യാജ പീഡന കേസിൽ കോടതി വെറുതെ വിട്ട കൊച്ചി ചുള്ളിക്കൽ സ്വദേശി ഇബ്രാഹിം അബ്ദുള്ള യൂസഫ് പോലീസിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുന്നു. കേസിൽ നിന്ന് ഒഴിവാക്കാൻ കണ്ണമാലി പോലീസ് കൈക്കൂലി ആവശ്യപ്പെട്ടു എന്നും പരാതിയുണ്ട്. നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ ഇബ്രാഹിം അബ്ദുള്ള യൂസഫിനെ എറണാകുളം സെഷൻസ് കോടതി വെറുതെ വിടുകയായിരുന്നു. 2021 കണ്ണമാലി പോലീസാണ് കൊച്ചി ചുള്ളിക്കൽ സ്വദേശി ഇബ്രാഹിം അബ്ദുള്ള യൂസഫിനെ പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തത്. കേസിൽ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ പോലീസ് കൈക്കൂലി ആവശ്യപ്പെട്ടിരുന്നുവെന്ന് ഇബ്രാഹിം അബ്ദുള്ള യൂസഫ് 24-നോട് പറഞ്ഞു. കൈക്കൂലി നൽകാൻ തയ്യാറാകാതിരുന്ന താൻ കോടതിയിലാണ് വിശ്വാസം രേഖപ്പെടുത്തിയത്. കുടുംബത്തിന്റെ പിന്തുണ ഇല്ലായിരുന്നുവെങ്കിൽ ആത്മഹത്യ ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് എത്തുമായിരുന്നുവെന്നും ഇബ്രാഹിം പറഞ്ഞു. എന്റെ കയ്യിൽ നിന്നും ഭീമമായ തുക തട്ടിയെടുക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ വെറും വ്യാജ പീഡന പരാതിയാണ്. 5 ലക്ഷം രൂപ വരെ എൻ്റെ ആവശ്യപ്പെട്ടു. എന്ത് വന്നാലും ഞാൻ ഇവർക്കെതിരെ വഴങ്ങാതെ ഇനി ഈ കേസ് എന്നെ ഈ കോടതിയിൽ നിന്ന് നിരവധികം വിടുകയും ചെയ്തു. ഞാൻ ഇതിൽ പ്രവർത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥരും ഇതിന് കൂട്ടുനിന്നവരും സ്ത്രീ ഉൾപ്പെടെ ഞാൻ ഇവർക്കെതിരെ നിയമപരമായി ഏതറ്റം വരെ ഞാൻ പോകും. കേസിലെ വിചാരണ നടപടികൾക്കൊടുവിൽ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് കഴിഞ്ഞ ദിവസം ഇബ്രാഹിമിനെ കുറ്റവിമുക്തനാക്കിയത്. ഇതോടെയാണ് തന്നെ കേസിൽ കുടുക്കിയവർക്കെതിരെയും കൈക്കൂലി ആവശ്യപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും ഇബ്രാഹിം നിയമപോരാട്ടങ്ങൾക്ക് ഒരുങ്ങുന്നത്. 24 കൊച്ചി. കസ്റ്റഡി മർദ്ദന ആരോപണങ്ങൾ തള്ളി കേരള പോലീസ് അസോസിയേഷൻ. സമീപകാലത്ത് പോലീസ് നേടിയ പ്രവർത്തനങ്ങളെ ഇകഴ്ത്തുന്നതിനായുള്ള വസ്തുതാവിരുദ്ധ പ്രചാരണം എന്നാണ് ഫേസ്ബുക്കിലെ പ്രതികരണം. പോലീസിനെതിരായ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു.
കണക്കുകൾ നിരത്തിയാണ് പോലീസ് അസോസിയേഷൻ കസ്റ്റഡി മർദ്ദനങ്ങളെ പ്രതിരോധിക്കുന്നത്. 2014-17 കാലയളവിൽ ശരാശരി 500 പരാതികളാണ് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്ക് മുന്നിൽ വന്നിരുന്നത്. 2023-24 വർഷം അത് 100ലേക്ക് താഴ്ന്നു. കേരള പോലീസ് നേടിയ മികവാർന്ന പ്രവർത്തനങ്ങളെ ഇകഴ്ത്തുന്നതിന് വസ്തുതാവിരുദ്ധമായ പ്രചാരണങ്ങളാണ് മുഖ്യധാരാ മാധ്യമങ്ങളടക്കം നടത്തുന്നതെന്നാണ് പോലീസ് അസോസിയേഷന്റെ വാദം. മന്ത്രി വി ശിവൻകുട്ടിയുടെ വിമർശനവും മാധ്യമങ്ങൾക്ക് നേരെയായിരുന്നു. ചില മാധ്യമങ്ങൾ പ്രതിപക്ഷത്തെ സഹായിക്കുന്നതിന് വേണ്ടി ചില പ്രശ്നങ്ങൾ ഊതിപ്പെരിപ്പിച്ച് കാണിക്കുന്നുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോലീസ് മർദ്ദനത്തിന് അവസരം ഒരുക്കി കൊടുത്തത് കോൺഗ്രസും UDF-ഉമാണ്. വി ശിവൻകുട്ടിയല്ല മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഇതാ ആര് ശിവൻകുട്ടി അല്ലല്ലോ മറുപടി പറയേണ്ടത്. അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പ് ഭരിക്കട്ടെ മര്യാദയ്ക്ക്. അദ്ദേഹം അത് നോക്കിയാൽ മതി. ആഭ്യന്തര വകുപ്പിനെ കുറിച്ചുള്ള ആരോപണത്തിന് മുഖ്യമന്ത്രി മറുപടി പറയണം. ഇത് നിങ്ങൾ കെട്ടിപ്പൊക്കെയാണോ മാധ്യമങ്ങൾ ആണോ? കസ്റ്റഡി മർദ്ദനങ്ങളിൽ ഉടൻ യോഗം വിളിക്കുമെന്ന് DGP റവാഡ ചന്ദ്രശേഖർ അറിയിച്ചിട്ടുണ്ട്. 24 കൊച്ചി. CPI സംസ്ഥാന സമ്മേളനത്തിലെ പൊതുചർച്ചയിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനം. മൂന്നാമതും ഭരണം വന്നില്ലെങ്കിൽ ഉത്തരവാദിത്വം ആഭ്യന്തര വകുപ്പിനായിരിക്കുമെന്ന് പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. പോലീസിനെതിരായ വിമർശനങ്ങൾ രാഷ്ട്രീയ പ്രവർത്തന റിപ്പോർട്ടിൽ നിന്ന് ഒഴിവാക്കിയ സംസ്ഥാന നേതൃത്വത്തെയും പ്രതിനിധികൾ കടന്നാക്രമിച്ചു. പോലീസിന്റെ ചെയ്തികൾ നാട്ടുകാർ കാണുന്നുണ്ടെന്നും എന്നിട്ടും ഇതൊന്നും റിപ്പോർട്ടിലില്ലാത്തത് എന്തുകൊണ്ടാണ് എന്നും പ്രതിനിധികളുടെ ചോദ്യം. CPI ഉയർത്തിക്കൊണ്ടുവന്ന പൂരം കലക്കലും MR അജിത്കുമാറിനെതിരായ വിമർശനങ്ങളും ഒന്നുമില്ലാതെയാണ് സംസ്ഥാന സമ്മേളനത്തിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചത്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് CPIM-നെ വെറുപ്പിക്കേണ്ടെന്ന കരുതലായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ നീക്കം. എന്നാൽ ഈ കരുതലൊന്നും കണക്കെടുക്കാതെ പ്രതിനിധികൾ CPIM-നെയും പോലീസിനെയും കടന്നാക്രമിച്ചു. പോലീസിന്റെ ചെയ്തികൾ ദൃശ്യങ്ങൾ സഹിതം നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും സംസ്ഥാന സമ്മേളനത്തിലെ റിപ്പോർട്ടുകൾ ഇത് ഒഴിവാക്കിയത് എന്തുകൊണ്ടാണെന്നായിരുന്നു പൊതുചർച്ചയിൽ ഉയർന്ന വിമർശനം. ആരാണ് പോലീസിനെ പിന്തുണയ്ക്കുന്നത്? ആരാണ് ഈ റിപ്പോർട്ട് എഴുതിയത് തുടങ്ങിയ ചോദ്യങ്ങളും പ്രതിനിധികൾ ഉന്നയിച്ചു. മൂന്നാമതും തുടർഭരണം ലഭിക്കുന്നില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ ആഭ്യന്തര വകുപ്പ് മാത്രമായിരിക്കുമെന്നും പ്രതിനിധികൾ വിമർശിച്ചു. പോലീസിനെ നിലയ്ക്ക് നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയ തിരിച്ചടിയാണ് ഉണ്ടാകാൻ പോകുന്നതെന്നും അവർ മുന്നറിയിപ്പ് നൽകി. സംസ്ഥാന സെക്രട്ടറി ബിനു വിശ്വത്തെയും പ്രതിനിധികൾ രൂക്ഷമായി വിമർശിച്ചു. തെറ്റുകൾക്കെതിരെ ശബ്ദമുയർത്തുന്ന നേതൃത്വം CPIക്ക് ഉണ്ടായിരുന്നു. വെളിയം ഭാർഗവനും CK ചന്ദ്രപ്പനും നയിച്ച പാർട്ടിയാണിതെന്ന് ഓർക്കണം തുടങ്ങിയ പരാമർശങ്ങൾ കൊണ്ടാണ് പ്രതിനിധികൾ ബിനു വിശ്വത്തെ കടന്നാക്രമിച്ചത്. ദേശീയതലത്തിൽ പാർട്ടിയുടെ ദുർബലാവസ്ഥ ചൂണ്ടിക്കാട്ടി ദേശീയ നേതൃത്വത്തെയും പ്രതിനിധികൾ വിമർശിച്ചു. ദേശീയതലത്തിൽ സമരങ്ങൾ പോലും ഏറ്റെടുക്കാൻ കഴിയാത്ത നേതൃത്വം തികഞ്ഞ പരാജയമാണെന്നായിരുന്നു വിമർശനം. ദേശീയതലത്തിൽ കോൺഗ്രസിനൊപ്പവും സംസ്ഥാനത്ത് കോൺഗ്രസിനെ എതിർക്കുകയും ചെയ്യുന്ന നിലപാട് സാധാരണക്കാർക്ക് മനസ്സിലാകുന്നില്ലെന്നും പ്രതിനിധികൾ വിമർശിച്ചു. ലോക കേരള സഭയും ആഗോള അയ്യപ്പ സംഘവും ഇടതു നയത്തിനുള്ള വ്യതിയാനമാണെന്നും സംസ്ഥാന സമ്മേളനത്തിലെ പൊതുചർച്ചയിൽ വിമർശനമുയർന്നു. ആരാണ് പൗരപ്രമുഖർ എന്ന് ചോദിച്ച പ്രതിനിധികൾ ഇവർ പുതിയ കാലത്തെ ജന്മികളാണെന്നും പരിഹസിച്ചു. ആലപ്പുഴയിൽ നിന്ന് R. അരുൺരാജിനൊപ്പം R. ശ്രീജിത്ത്, 24. CPIയുടെ യൂട്യൂബ് ചാനൽ കനലിനെതിരെ സംസ്ഥാന സമ്മേളനത്തിൽ പരിഹാസം. കനൽ യൂട്യൂബിലല്ല നേതാക്കളുടെ മനസ്സിലാണ് ഉണ്ടാവേണ്ടത് എന്ന് എറണാകുളത്തു നിന്നുള്ള പ്രതിനിധി അയ്യൂബ് ഖാൻ വിമർശനം ഉന്നയിച്ചു. സമ്മേളനത്തിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി പാർട്ടിയുടെ പേരുപോലും പറഞ്ഞില്ല എന്നും വിമർശനമുണ്ടായി. R. ശ്രീജിത്ത് വിശദാംശങ്ങൾ നൽകും ആലപ്പുഴയിലെ സമ്മേളന വേദിയിൽ നിന്ന്. ശ്രീജിത്ത്, പൊതുചർച്ചയിൽ വലിയ വിമർശനം നേതൃത്വത്തിനെതിരെ ഉണ്ടാകുന്നു. ഇപ്പോൾ യൂട്യൂബ് ചാനൽ, പുതിയ ചാനൽ ഈ സമ്മേളന വേദിയിലാണ് ലോഞ്ച് ചെയ്തത്. അതിനെതിരെ വിമർശനം ഉണ്ടാകുന്നു. മുഖ്യമന്ത്രി CPI എന്ന പേര് പോലും പറയാതെയാണ് വേദിയിൽ പ്രസംഗിച്ചത് എന്ന വിമർശനം അടക്കം വലിയ തോതിൽ നേതൃത്വത്തെ ആക്രമിക്കുന്നുണ്ട് പ്രതിനിധികൾ, അല്ലേ? വിജയകുമാർ, ഈ രാഷ്ട്രീയ റിപ്പോർട്ടിന്മേൽ നടന്ന പൊതുചർച്ചയിലാണ് മുഖ്യമന്ത്രിക്കും പോലീസിനും ഒപ്പം തന്നെ CPI ഇന്നലെ പുതുതായി ലോഞ്ച് ചെയ്ത യൂട്യൂബ് ചാനലിനെതിരെയുള്ള പരിഹാസങ്ങളും വിമർശനങ്ങളും ഉണ്ടായത്. പാർട്ടി നേതാക്കളും പ്രവർത്തകരും വലിയ തോതിൽ നിരാശരാണ്. ഇത്തരത്തിൽ നിരാശ ബാധിച്ച പ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തനം ഒരു വിരസ പ്രവൃത്തിയായി മാറിയിരിക്കുന്നു. നേതാക്കൾക്ക് സ്വീകരണവും മാലയിടലും മാത്രമായി രാഷ്ട്രീയ പ്രവർത്തനം ചുരുങ്ങിയിരിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ കനലുണ്ടാകേണ്ടത് നേതാക്കളുടെ മനസ്സിലാണ്. അതുകൊണ്ട് യൂട്യൂബിലല്ല കനലെരിയേണ്ടത് എന്നാണ് എറണാകുളത്തുള്ള പ്രതിനിധി അയ്യൂബ് ഖാൻ രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് വിമർശിച്ചത്. ഇതേ നേതാവ് തന്നെയാണ്, അയ്യൂബ് ഖാൻ തന്നെയാണ് മുഖ്യമന്ത്രിക്കെതിരെയും വിമർശനം ഉന്നയിച്ചത്. മുഖ്യമന്ത്രി CPIയുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സെമിനാറിൽ പങ്കെടുക്കാനായി എത്തി. എന്നാൽ അദ്ദേഹം CPI എന്നൊരു വാക്കുപോലും ഉച്ചരിക്കാതെയാണ് തന്റെ പ്രസംഗം പൂർത്തിയാക്കിയത്. പാർട്ടിയുടെ പേര് പറയാതെ അദ്ദേഹം പ്രസംഗം പൂർത്തിയാക്കി. അതോടൊപ്പം തന്നെ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ട പ്രതിനിധികളെ മൊത്തം മെറ്റൽ ഡിറ്റക്ടറിലൂടെ കടത്തിവിട്ടാണ് ഇന്നലെ ഈ മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുത്തത്. ഇത് എന്ത് പോലീസാണ് എന്ന ചോദ്യവും അയ്യൂബ് ഖാൻ ഉയർത്തി. അത്തരത്തിൽ രൂക്ഷമായ വിമർശനങ്ങളും പരിഹാസവുമാണ് പോലീസ്
പോലീസിനെതിരെ ഉയർന്നത്. മൂന്നാം തവണയും സർക്കാരിന് LDF സർക്കാരിന് തുടർഭരണം ഉണ്ടാകുന്നില്ലെങ്കിൽ അതിന് ഉത്തരവാദികൾ തീർച്ചയായും പോലീസായിരിക്കും, പോലീസിനെ ഭരിക്കുന്നവരായിരിക്കും എന്ന വിമർശനവും പോലീസ് പ്രതിനിധികൾ നിരന്തരം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും പോലീസിനെതിരായ വിമർശനമാണ് ഈ രാഷ്ട്രീയ റിപ്പോർട്ടിലുള്ള പൊതുചർച്ചയെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത്. മുഖ്യമന്ത്രി പാർട്ടിയുടെ പേര് പോലും പറയാതെയാണ് വേദിയിൽ പ്രസംഗിച്ചത് എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ശ്രീജിത്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഹൃദയം തിരുവനന്തപുരത്തു നിന്ന് കൊണ്ടുവരുന്ന എയർ ആംബുലൻസിന്റെ ദൃശ്യങ്ങളാണ്. അത് കൊച്ചിയിലേക്ക് എത്തുകയാണ്. കൊച്ചി ലുലു ഹയാത്തിലേക്ക് എയർ ആംബുലൻസ് ഇപ്പോൾ ഇറങ്ങും. അവിടെ നിന്ന് റോഡ് മാർഗം ലിസി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ്, ഹയാത്ത് മുതൽ ലിസി ആശുപത്രി വരെ റോഡ് ഗതാഗതമൊക്കെ നിയന്ത്രിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം ഹെലികോപ്റ്റർ അവിടെ നിന്നിറങ്ങും. ഒരു മെഡിക്കൽ സംഘം ആ ഹെലികോപ്റ്ററിലുണ്ട്. ആ ഹൃദയം അവർ സുരക്ഷിതമായി ആ ലിസി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. അവിടെ ശസ്ത്രക്രിയയ്ക്കുള്ള ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയാക്കി അവയവം എത്തുന്നത് കാത്തിരിക്കുകയാണ് അവിടുത്തെ ഡോക്ടേഴ്സ് അടങ്ങുന്ന വിദഗ്ധ സംഘം. നമ്മൾ ലുലു ഹയാത്തിൽ നിന്ന് വിശദാംശങ്ങളുമായി നമുക്കിപ്പം സൂര്യശ്രീയാണ് ചേരുന്നത്. സൂര്യശ്രീ, ആ ഹെലികോപ്റ്റർ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. അത് ഹയാത്തിലെ ഹെലിപ്പാഡിൽ അല്പസമയത്തിനകം ഇറങ്ങും. അത് കഴിഞ്ഞാൽ വേണ്ട ക്രമീകരണങ്ങൾ, റോഡ് ഗതാഗതം ഉൾപ്പെടെ പോലീസ് എല്ലാം കൃത്യമാക്കി ഈ വാഹനത്തിന്, ഈ ആംബുലൻസിന് കടന്നു പോകാൻ ഉള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കാത്തു നിൽക്കുകയാണല്ലോ അല്ലേ? വിജയകുമാർ, തിരുവനന്തപുരത്ത് നിന്ന് ഹൃദയം വഹിച്ചുള്ള എയർ ആംബുലൻസ് ഇതാ കൊച്ചിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഇവിടെ ഗ്രാൻഡ് ഹയാത്തിലെ ബോൾഗാട്ടി ഗ്രാൻഡ് ഹയാത്തിലെ ഹെലിപ്പാഡിൽ ഹൃദയം വഹിച്ചുകൊണ്ടുള്ള ഈ എയർ ആംബുലൻസ് വന്നിറങ്ങും. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ഉടൻ തന്നെ ഈ ഹൃദയം വഹിച്ചുള്ള ഈ എയർ ആംബുലൻസ് ഹെലിപ്പാഡിൽ വന്നിറങ്ങും. എയർ ആംബുലൻസ് ഹെലിപ്പാഡിൽ വന്നിറങ്ങിയാൽ ഉടൻ തന്നെ ഇവിടെ ക്രമീകരിച്ചിട്ടുള്ള ആധുനിക സജ്ജീകരണമുള്ള ആംബുലൻസിലേക്ക് ഹൃദയമേന്തിയ ബോക്സ് അടക്കം ഈ മെഡിക്കൽ സംഘത്തോടൊപ്പം കയറും. ഈ 4 പേരടങ്ങുന്ന ഹൃദ്രോഗ വിദഗ്ധരായ 4 അംഗ മെഡിക്കൽ ഡോക്ടേഴ്സുള്ള സംഘമാണ് ഈ ഹെലികോപ്റ്ററിനൊപ്പമുള്ളത്. ഇവരടങ്ങുന്ന സംഘം ഉടൻ തന്നെ ഈ കൊച്ചി ഗ്രാൻഡ് ഹയാത്തിൽ നിന്ന് റോഡ് മാർഗം, ഈ ആംബുലൻസിൽ റോഡ് മാർഗം ഇവിടെ നിന്ന് 4 കിലോമീറ്റർ അകലെയുള്ള ലിസി ആശുപത്രിയിലേക്ക് തിരിക്കും. ലിസി ആശുപത്രിയിൽ ചികിത്സയിലുള്ള 28 വയസ്സുകാരനായ അങ്കമാലി സ്വദേശിയിലേക്കാണ് ഹൃദയം മാറ്റിവെക്കുന്നത്. ഹൃദ്രോഗ വിദഗ്ധനായ ജോസ് പെരിയപുറത്തിന്റെ നേതൃത്വത്തിലായിരിക്കും ഈ ഹൃദയമാറ്റ ശസ്ത്രക്രിയ തുടങ്ങുന്നത്. അതിനുള്ള പ്രാരംഭ നടപടികളൊക്കെ ഉടൻ തന്നെ നേരത്തെ തന്നെ ഈ ലിസി ആശുപത്രിയിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഹൃദയം ആംബുലൻസിലേക്ക് മാറ്റിയാൽ ഉടൻ തന്നെ ഇപ്പോൾ ഇതാ മെഡിക്കൽ സംഘം പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ച നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. ഹൃദയവും വഹിച്ചുകൊണ്ടുള്ള ഒരു ഹൃദയപൂർവ്വം ഒരു നാട് ഒന്നടങ്കം തന്നെ ഈ ഒരു പുതുജീവനെ, ഈ ഹൃദയമാറ്റ കൈവയ്ക്കലിലൂടെ ഒരു പുതുജീവനേകുവാനായി ഒന്നടങ്കം അണിചേരുന്ന ഒരു കാഴ്ച നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. 4 ഡോക്ടേഴ്സ് അടങ്ങുന്ന ഹൃദ്രോഗ വിദഗ്ധൻ ജോ ജോസഫ് അടങ്ങുന്ന 4 ഹൃദ്രോഗ വിദഗ്ധർ ചേർന്ന മെഡിക്കൽ സംഘമാണ് ഈ ഹൃദയവും വഹിച്ചുകൊണ്ട് ഇപ്പോൾ ആംബുലൻസിലേക്ക് പോകുന്നത്. ഈ ഹൃദയവും വഹിച്ചുകൊണ്ടുള്ള ഈ മെഡിക്കൽ സംഘം ഈ ആധുനിക മെഡിക്കൽ സജ്ജീകരണങ്ങളുള്ള ഈ എയർ ആംബുലൻസിലേക്ക് കയറിയാൽ ഉടൻ തന്നെ ഈ ആംബുലൻസ് ഇവിടെ നിന്ന് യാത്രയാകും. ഇവിടെ നിന്ന് 4 കിലോമീറ്റർ ദൂരമാണ് ഈ ലിസി ആശുപത്രിയിലേക്കുള്ളത്. 6 മിനിറ്റിനുള്ളിൽ തന്നെ എത്തണമെന്നുള്ള ഒരു രീതിയിലേക്കാണ് ക്രമീകരണമാണ് ഒരുക്കിയിട്ടുള്ളത്. പോലീസ് ഈ 4 കിലോമീറ്റർ അടക്കം ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഈ ആംബുലൻസിന് വഴിയൊരുക്കുന്നത്. 4 കിലോമീറ്ററോളം റോഡുകൾ ഗതാഗതം ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് നിലവിൽ ഈ ഹൃദയം അവിടെ ഉടൻ തന്നെ എത്തിക്കുക. നിലവിൽ ശസ്ത്രക്രിയക്കുള്ള പ്രാരംഭ നടപടികൾ ഇത് ആംബുലൻസ് കൊച്ചി ഗ്രാൻഡ് ഹയാത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. 6 മിനിറ്റിനകം തന്നെ ഈ ലിസി ആശുപത്രിയിൽ, കൊച്ചി ലിസി ആശുപത്രിയിലേക്കും ഹൈക്കോർട്ട് മുതൽ കച്ചേരിപ്പടി വഴിയാണ് ഈ ഹൃദയം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് പോകുന്നത്. പോലീസ് വിവിധ ഇടങ്ങളിലെല്ലാം തന്നെ ഈ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലിസി ആശുപത്രിയിൽ ഗവൺമെന്റിന്റെ മൃതസഞ്ജീവനി വഴി ഹെലികോപ്റ്ററിലൂടെ എത്തിക്കുന്ന 5ാമത്തെ ശസ്ത്രക്രിയയാണ്. അങ്കമാലി സ്വദേശിയായ 28 വയസ്സുകാരിലേക്കാണ് ഈ ഹൃദയം മാറ്റിവെക്കുന്നത്. സുരശ്രീ, നമ്മൾ നേരെ പോകുന്നത് ലിസി ആശുപത്രിയിലേക്കാണ്. അവിടെ നിതിൻ അംബുജനുണ്ട്. ഇന്നലെ മരിച്ച ഐസക് ജോർജ്, അദ്ദേഹത്തിന് 33 വയസ്സാണുള്ളത്. അദ്ദേഹം കടന്നു പോകുന്നത് 6 പേർക്ക് പുതുജീവൻ ഏകിക്കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ഹൃദയം ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് എയർ ആംബുലൻസ് വഴി കൊച്ചിയിൽ കൊണ്ടുവന്നു. ഹയാത്തിലെ ഹെലിപ്പാഡിൽ ഇറങ്ങി. അവിടെ നിന്ന് ഇപ്പോൾ റോഡ് മാർഗം ആംബുലൻസ് ലിസി ആശുപത്രിയിലേക്ക് പോവുകയാണ്. നിതിൻ, ലിസി ആശുപത്രിയിൽ ഒരുക്കങ്ങളൊക്കെ, ഈ സർജറിക്കുള്ള ക്രമീകരണങ്ങളൊക്കെ, അങ്കമാലി സ്വദേശിയാണ് അവിടെ ഈ ഹൃദയം സ്വീകരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നത്, അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ കാത്തു നിൽക്കുന്നത്. അവിടെ സർജറിയൊക്കെയുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ടല്ലോ. ഒരു മെഡിക്കൽ സംഘം, നമ്മൾ ഡോക്ടേഴ്സിനെ കാണുന്നുണ്ട്, ഡോക്ടർ ജോ ഒക്കെ ഉണ്ട് ആ സംഘത്തിൽ. അവർ ഹൃദയവുമായി അവിടേക്ക് വരുന്നുണ്ട്. എന്താണ് ലിസിയിൽ നിന്നുള്ള വിവരങ്ങൾ നിതിൻ?
വിജുമാർ, കൊച്ചി ഹയാത്തിൽ നിന്ന് ആംബുലൻസ് പുറപ്പെട്ടു. ഏതാണ്ട് 5 മിനിറ്റിനകം തന്നെ ലിസി ആശുപത്രിയിലേക്ക് എത്തും. ലിസി ആശുപത്രിയിൽ അതിനുവേണ്ട നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ ഹൃദയം എത്തിയാൽ ഉടനെ തന്നെ സർജറിയിലേക്ക് പോകും. ജോസ് ചാക്കോ പെരിയപുരത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ ഇപ്പോൾ കാത്തുനിൽപ്പുണ്ട്. എന്തായാലും നമുക്കറിയാം, ലിസി ആശുപത്രിയിൽ നടക്കുന്ന 29ാമത് ശസ്ത്രക്രിയയാണ്. അതിൽ 5ാമതാണ് ഇത്തരത്തിൽ ഹെലികോപ്റ്റർ വഴി ഇങ്ങനെ ഹൃദയം ഇവിടെ കൊണ്ടുവരുന്ന ഒരു ശസ്ത്രക്രിയ നടക്കാൻ പോകുന്നത്. എന്തായാലും ഇവിടുത്തെ ഒരു ജോയിന്റ് ഡയറക്ടർ ഇപ്പോൾ നമ്മളൊപ്പം ചേരുന്നു. ഇവിടെ അല്പസമയത്തിന് എത്തും. അതിന്റെ ഒരു നടപടിക്രമങ്ങൾ ഇങ്ങനെ 4 മിനിറ്റിനുള്ളിൽ തന്നെ ഹാർട്ടുമായിട്ട് ആംബുലൻസ് ഇവിടെ വരും. അതിനുള്ളിൽ തന്നെ ട്രാൻസ്പ്ലാന്റിന് വേണ്ടി സജ്ജമായിരിക്കുന്ന തിയേറ്ററിലേക്കായിരിക്കും ഹാർട്ടുമായിട്ട് ഡോക്ടേഴ്സ് എത്തുന്നത്. അവിടെ ഡോണറിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്. ഉടനെ തന്നെ സർജറിയിലേക്ക് പ്രവേശിക്കും. ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം കാർഡിയക് തൊറാക്സ് സർജൻ്റെ ഹെഡ് ചെയ്യുന്നതും ഡോക്ടറുടെ നേതൃത്വത്തിൽ ഡോക്ടർ ജേക്കബ് എബ്രാഹത്തിൻ്റെ അനസ്തേഷ്യ ഡോക്ടറിൻ്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സും നഴ്സസും സർജറിയിൽ മറ്റ് അസിസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളും സജ്ജമായിട്ടുണ്ട്. എത്ര കാലമായി ഈ ഹൃദയം സ്വീകരിക്കുന്ന ഇവിടെ ചികിത്സയിൽ കഴിയും? എന്തായാലും സംഭവിച്ചത്? അദ്ദേഹത്തിന് മോർ ദാൻ 5 years ആയിട്ട് അദ്ദേഹം ഇവിടെ പല കാരണങ്ങൾ കൊണ്ട് ചികിത്സയിലാണ്. അദ്ദേഹത്തിൻ്റെ ഹൃദയ ട്രാൻസ്പ്ലാന്റ് തന്നെയാണ് ഇനി അവസാനത്തെ സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ നല്ല ഉചിതമായ ഒരു ഹൃദയത്തിന് വേണ്ടി അദ്ദേഹം വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഒരു അനുയോജ്യമായ ഹൃദയത്തിന് വേണ്ടി ഒരു കാത്തിരിപ്പിലായിരുന്നു 28-കാരനായ അങ്കമാലി സ്വദേശി. 33-കാരനായ കൊട്ടാരക്കര സ്വദേശിയുടെ മസ്തിഷ്ക മരണം ഇന്നലെ സംഭവിച്ചതിനെ തുടർന്ന് അതിനുശേഷം ഈ മൃതസഞ്ജീവനിയിൽ ഇത്തരത്തിലൊരു രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുകയായിരുന്നു 28-കാരനായ അങ്കമാലി സ്വദേശി. ഒരു അനുയോജ്യമായ ഹൃദയം ലഭിച്ചതിനെ തുടർന്ന് ഇന്നലെ രാത്രി 28-കാരൻ ഇവിടെ എത്തി, ആശുപത്രിയിൽ എത്തി. ഇപ്പോൾ ഈ ഒരു ഹൃദയത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. അല്പസമയത്തിനകം, ഏതാണ്ട് ഇനി ഏറിപ്പോയാൽ ഒരു 3-4 മിനിറ്റും തന്നെ ലിസി ആശുപത്രിയിലേക്ക് ഹൃദയം എത്തും. അതിനുശേഷം നേരെ ശസ്ത്രക്രിയയിലേക്ക് പോകും. ഏതാണ്ട് 4 മണിക്കൂർ നേരം ഈ ശസ്ത്രക്രിയ നീളുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഒരു ശരീരത്തിൽ നിന്നും അവയവം പുറത്തെടുത്താൽ മറ്റൊരു ശരീരത്തിലേക്ക് ഏതാണ്ട് 6 മണിക്കൂറിനകം തന്നെ അത് സ്ഥാപിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ ആ ശസ്ത്രക്രിയ നടപടികൾ ഇവിടെ ആരംഭിക്കും. അതിനുവേണ്ട നടപടികളൊക്കെ ഇതിനും തന്നെ ലിസി ആശുപത്രിയിൽ സ്വീകരിച്ചു കഴിഞ്ഞു. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ 28-കാരനായ അങ്കമാലി സ്വദേശി ഏതാണ്ട് ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് 5 വർഷക്കാലമായി ഇവിടെ ലിസി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഒരു അനുയോജ്യമായ ഹൃദയത്തിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലായിരുന്നു. അങ്ങനെ ഒരു പ്രാണൻ പിടിച്ചു നിർത്താനുള്ള ഒരു ശ്രമം ഇപ്പോൾ ലിസി ആശുപത്രിയുടെ ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു ശസ്ത്രക്രിയ ഇവിടെ ആകെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഹൃദയയാത്രയ്ക്ക് കേരളം വീണ്ടും സാക്ഷ്യം വഹിക്കുകയാണ്. അതിന്റെ കാഴ്ചകൾ തന്നെയാണ് കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ കണ്ടത്. 5ാമത്തെ തവണയാണ് ഇത്തരത്തിൽ ഹെലികോപ്റ്റർ മാർഗം കൊച്ചിയിലേക്ക് ഒരു ഹൃദയം എത്തിച്ച് ഒരു ശസ്ത്രക്രിയയിലേക്ക് പോകുന്നത്. നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരം വഴിനീളെ പോലീസ് എല്ലാം തന്നെ ഗതാഗത സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആംബുലൻസ് സുഖമായി വരാനുള്ള ഒരു ഗതാഗത സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഈ ഗ്രാൻഡ് ഹയാത്തിലേക്ക് ലാൻഡ് ചെയ്ത ഹെലികോപ്റ്ററിൽ നിന്നും ആ ഹൃദയം ആംബുലൻസിലേക്ക് മാറ്റി ഇപ്പോൾ ആംബുലൻസ് ലിസി ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു. അല്പസമയത്തിനും തന്നെ അതിപ്പോൾ ഹൈക്കോടതി വഴി നേരെ ലിസി ആശുപത്രിയിലേക്ക് എത്തും. അതിനുവേണ്ട സൗകര്യങ്ങളൊക്കെ തന്നെ ഇതിനും തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഗേറ്റിന് പുറത്ത് പോലീസുണ്ട്, അതോടൊപ്പം തന്നെ വഴിനീളെ പോലീസുണ്ട്. ഇപ്പോൾ ആംബുലൻസ് വരുന്നുണ്ട്. അതിന്റെ ഭാഗമായുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ ലിസി ആശുപത്രിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സെക്യൂരിറ്റിയൊക്കെ തന്നെ വണ്ടിക്ക് സുഖമായി പോകാനുള്ള ഒരു വഴിയൊരുക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വേഗത്തിൽ തന്നെ പോലീസിന്റെ അകമ്പടിയോടുകൂടി ആ ആംബുലൻസ് ആശുപത്രിയിലേക്ക് പ്രവേശിച്ചു. ആശുപത്രിയിലേക്ക് ഈ ഒരു ഹൃദയവുമായുള്ള ആംബുലൻസ് ഇവിടെ വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഡോക്ടർ സംഘം ആ ഒരു ഹൃദയമായി ഇപ്പോൾ ലിസി ആശുപത്രിയിലേക്ക് കടക്കുകയാണ്. ഇനി 28-കാരന് അത് മാറ്റിവെക്കാനുള്ള ശസ്ത്രക്രിയ വളരെ വേഗത്തിൽ തന്നെ നടക്കും. എന്തായാലും വീണ്ടും ഒരു ഹൃദയയാത്രയ്ക്ക് കേരളം സാക്ഷിയായി എന്ന് തന്നെ പറയാം. അതിൻ്റെ ദൃശ്യങ്ങളാണ് കഴിഞ്ഞ മണിക്കൂറുകളെല്ലാം തന്നെ നമ്മൾ കേരളം സാക്ഷ്യം വഹിച്ചത്. 5ാമത്തെ തവണയാണ് ഇത്തരത്തിൽ ലിസി ആശുപത്രിയിൽ ഒരു ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, അത് ഹെലികോപ്റ്റർ മാർഗമുള്ള ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായുള്ള നടപടികൾ ഇവിടെ നടന്നു വരികയാണ്. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ ഈ ഒരു ശസ്ത്രക്രിയ നടപടിയിലേക്ക് പോകും. അതിൻ്റെ കാഴ്ചകൾ നമ്മൾ ഇനിയിപ്പോൾ ഹൃദയം ഇവിടെ എത്തിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. 4 മണിക്കൂർ ഈ ശസ്ത്രക്രിയ പൂർത്തിയായ ശേഷം പിന്നീട് ഡോക്ടർ സംഘം മാധ്യമങ്ങളെ കാണുമെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഹൃദയം ഇപ്പോൾ ലിസി ആശുപത്രിയിലെത്തി. വിജയകുമാർ. കേരളത്തിലെ ആദ്യ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം തന്നെയാണ് ലിസി ആശുപത്രിയിൽ ഈ സർജറിക്കും നേതൃത്വം നൽകുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ സർജറി നടക്കുന്നത്. ഒരു അങ്കമാലി സ്വദേശി 28 വയസ്സുള്ള ഒരാൾ ഹൃദയം സ്വീകരിക്കാൻ അവിടെ ഓപ്പറേഷൻ തിയേറ്ററിലുണ്ട്. 33 വയസ്സുള്ള ഐസക്ക് 6 പേർക്ക് ജീവൻ നൽകിയാണ് ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത് എന്നത് ഹൃദയപൂർവ്വം എന്ന ആ പേര് അന്വർത്ഥമാക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ രാവിലെ അവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് എയർ ആംബുലൻസിൽ
കൊച്ചിയിലേക്ക് കൊണ്ടുവന്നു. അവിടെ ഹയാത്തിലെ ഹെലിപ്പാഡിൽ ഇറങ്ങി. 6 മിനിറ്റൊന്നും എടുത്തില്ല. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ആംബുലൻസ് ലിസിയുടെ മുന്നിലെത്തി. ഇപ്പോൾ ആ ഹൃദയം ആ ബോക്സിലുണ്ട്. അത് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അവിടെ അതിൻ്റെ സർജറി, അതിൻ്റെ ഓപ്പറേഷൻ അത് ഇപ്പോൾ തന്നെ തുടങ്ങും. അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. 4-5 മണിക്കൂർ കഴിഞ്ഞിട്ട് അതിൽ ഡോക്ടേഴ്സ് ഒരുപക്ഷെ എന്താണ് അതിൻ്റെ മറ്റു വിവരങ്ങൾ എന്നത് ഒരുപക്ഷെ ഔദ്യോഗികമായി തന്നെ അത് വിശദീകരിക്കുകയും ചെയ്യും. നീണ്ടു നിൽക്കുന്ന ദൈർഘ്യമേറിയ ഒരു സർജറിയാണ് ഇനി അവിടെ നടക്കാൻ പോകുന്നത്. ഒരു ഓപ്പറേഷനാണ് അവിടെ നടക്കാൻ പോകുന്നത്. നമ്മൾ മറ്റു റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ രൂക്ഷ വിമർശനവുമായി ഖത്തർ പ്രധാനമന്ത്രി. ഇസ്രായേലിൻ്റേത് ഭരണകൂട ഭീകരതയെന്നും നെതന്യാഹുവിനെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും ഷെയ്ഖ് മുഹമ്മദ് ബിൻ ജാസിം അൽ താനി പ്രതികരിച്ചു. ഖത്തർ ആക്രമണം വിശദീകരിക്കാൻ UN സുരക്ഷാ കൗൺസിൽ അടിയന്തര യോഗം ഇന്ന് ചേരും. Honestly, I have no words to express how raged we are from such an action. This is state terror. നെതന്യാഹുവിന്റേത് ഭരണകൂട ഭീകരത, രാജ്യത്തിന്റെ പരമാധികാരത്തിനു നേർക്കുള്ള കടന്നാക്രമണം. ഗസയിൽ അവശേഷിക്കുന്ന തടവുകാരുടെ അവസാന പ്രതീക്ഷയും ഇല്ലാതാക്കുന്നതാണ് ഇസ്രായേലിന്റെ പ്രവർത്തനങ്ങൾ. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ നെതന്യാഹു നിയമങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ യോഗ്യനല്ലെന്നും ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ ജാസിം അൽ താനി. Such a threat coming from someone like Netanyahu, and he's calling about bring them to justice. He needs to be brought to justice. He is the one who's wanted to the ICC. That's number one. So I think that someone like him trying to lecture the world about the law, he's breaking every law. ഹമാസ് നേതാക്കളെ പുറത്താക്കിയില്ലെങ്കിൽ ഖത്തറിനെതിരെ ഇനിയും ആക്രമണം നടത്താൻ മടിക്കില്ലെന്ന നെതന്യാഹുവിന്റെ പ്രതികരണത്തിന് പിന്നാലെയാണ് ഖത്തർ പ്രധാനമന്ത്രി ഇസ്രായേലിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചത്. അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം. അമേരിക്കയുടെ പങ്കിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് അമേരിക്ക എല്ലാ പിന്തുണയും നൽകുന്നുണ്ടെന്നും ആക്രമണത്തിൽ ട്രംപ് ഇസ്രായേലിനെ അതൃപ്തി അറിയിച്ചിട്ടുണ്ടെന്നും ഖത്തർ പ്രധാനമന്ത്രി പറഞ്ഞു. ഇസ്രായേലിനെതിരെ കൂട്ടായ പ്രതിഷേധം ഉയർന്നുവരണം. ഗൾഫ് മേഖലയുടെ സുരക്ഷ അപകടത്തിലാണ്. സമാധാനം പുനഃസ്ഥാപിക്കാൻ GCC രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്നും ഷെയ്ഖ് മുഹമ്മദ് ബിൻ ജാസിം അൽ താനി ആഹ്വാനം ചെയ്തു. ആക്രമണത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് രംഗത്തെത്തിയിരുന്നു. ഖത്തർ ആക്രമണത്തിൽ ഐക്യരാഷ്ട്ര സംഘടനാ സുരക്ഷാ കൗൺസിൽ അടിയന്തര യോഗം ഇന്ന് ചേരും. ഇന്റർനാഷണൽ ഡെസ്ക് 24. വലതുപക്ഷ ആക്ടിവിസ്റ്റും മാധ്യമപ്രവർത്തകനും ട്രംപ് അനുയായിയുമായ ചാർലി ക്രുക്ക് വെടിയേറ്റു മരിച്ചു. ട്രംപിന്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച യുവ നേതാവാണ് കൊല്ലപ്പെട്ടത്. അമേരിക്കയ്ക്ക് ഇത് ഇരുണ്ട നിമിഷമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനുശോചനം അറിയിച്ചു. പ്രതിക്കായി തെരച്ചിൽ തുടരുകയാണ്. യൂട്ടാ വാലി സർവകലാശാല ക്യാമ്പസിൽ പ്രസംഗിക്കുന്നതിനിടെയാണ് ചാർലി കിർക്കിന് വെടിയേറ്റത്. രാജ്യത്ത് തുടർച്ചയായുണ്ടാകുന്ന വെടിവയ്പ്പുകളെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു കിർക്ക്. അപ്രതീക്ഷിതമായുണ്ടായ ആക്രമണം. കിർക്കിന്റെ കഴുത്തിലാണ് വെടിയുണ്ട തുളച്ചു കയറിയത്. ക്രൂരമായ കൊലപാതകത്തിൽ അതീവ ദുഃഖമെന്ന് ട്രംപ് പ്രതികരിച്ചു. രാജ്യത്തിന് ഇത് ഇരുണ്ട നിമിഷം. യുവാക്കളെ ഇത്രയേറെ അടുത്തെറിഞ്ഞ മറ്റൊരാളില്ല. ഞാനുൾപ്പെടെ എല്ലാവരും കിർക്കിനെ സ്നേഹിച്ചു, ആരാധിച്ചു, ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. അമേരിക്കൻ പ്രസിഡന്റിന്റെ കുടുംബവുമായും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന കിർക്ക് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിർണായക പങ്കുവഹിച്ചു. സർക്കാർ രൂപീകരിച്ചപ്പോൾ പ്രധാനപ്പെട്ട ഔദ്യോഗിക പദവിയിലേക്ക് കിർക്കിനെ പരിഗണിച്ചിരുന്നു. എന്നാൽ യുവാക്കൾക്കിടയിൽ ഏറെ പ്രീതി നേടിയ കിർക്ക് സ്വതന്ത്രനായി തുടരുന്നതാണ് നല്ലതെന്ന വിലയിരുത്തലിൽ ട്രംപ് ആ തീരുമാനം തിരുത്തി. യുവജന സംഘടനയായ ടേണിംഗ് പോയിന്റ് USA മേധാവിയും സഹസ്ഥാപകനുമാണ് കിർക്ക്. ഏറെ പ്രചാരമുള്ള പോഡ്കാസ്റ്റുകളുടെ അവതാരകൻ. ചാർലി കിർക്കിനുള്ള ആദരസൂചകമായി രാജ്യത്ത് 4 ദിവസം ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. പരസ്പരം അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചും മറുപടി പറഞ്ഞും KT ജലീൽ MLAയും യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി PK ഫിറോസും. തനിക്കെതിരെ KT ജലീൽ ഉന്നയിച്ച അനധികൃത സ്വത്ത് സമ്പാദന ആരോപണത്തിന് മറുപടിയുമായാണ് PK ഫിറോസ് എത്തിയത്. താൻ ദുബായിലെ കമ്പനിയിലെ സെയിൽസ് മാനേജറാണെന്നും ബിസിനസ് ചെയ്യുന്നതിൽ അഭിമാനമുണ്ടെന്നും PK ഫിറോസ് പറഞ്ഞു. മലയാളം സർവകലാശാല ഭൂമി ഏറ്റെടുക്കലിൽ മന്ത്രിയായിരിക്കെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയെന്ന ആരോപണം PK ഫിറോസ് ഉന്നയിച്ചു. അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്ത് നടത്തിയിട്ടുള്ള വളരെ ഗുരുതരമായ ഒരു അഴിമതി പിടിക്കപ്പെടാൻ പോകുന്നു
അത് പുറത്തു വരാൻ പോകുന്നു എന്നതിൻ്റെ വെപ്രാളത്തിലാണ് അദ്ദേഹം ഇപ്പോൾ എനിക്കെതിരെ നിരന്തരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. മലയാള സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണം ഉയർന്നിരുന്നു. ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളുമാണ് എനിക്കത് സംബന്ധിച്ച് കിട്ടിയത്. അതിൽ അഴിമതിയിൽ ജലീലിന് നേരിട്ട് പങ്കുള്ളതിൻ്റെ തെളിവുകളടക്കം നിർണായകമായ തെളിവുകൾ വരും ദിവസങ്ങളിൽ മാധ്യമ സമ്മേളനത്തിലൂടെ, പത്രസമ്മേളനത്തിലൂടെ നിങ്ങളെ അറിയിക്കാൻ ഞാൻ തയ്യാറായി നിൽക്കുകയാണ്. അതേസമയം താൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം പി.കെ. ഫിറോസ് അംഗീകരിച്ചു എന്നാണ് തൊട്ടു പിന്നാലെ വാർത്താസമ്മേളനം നടത്തിയ കെ.ടി. ജലീലിന്റെ പ്രതികരണം. ദുബായിലെ ഓഫീസിന്റെ വിലാസം പി.കെ. ഫിറോസ് പുറത്തുവിടണം. കേരള രാഷ്ട്രീയത്തിലെ മായാവിയാണ് പി.കെ. ഫിറോസ് എന്നും കെ.ടി. ജലീൽ പറഞ്ഞു. 5.25 ലക്ഷം രൂപയാണ് ഓരോ മാസവും അദ്ദേഹത്തിന് ശമ്പളമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഓഫീസിന്റെ ലൊക്കേഷൻ അദ്ദേഹം ഒന്ന് പുറത്തുവിടണം. ദുബായിൽ എവിടെയാണ് ഈ കമ്പനിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് എന്ന വിവരം അദ്ദേഹം പുറത്തുവിടണം. ഞാൻ അന്വേഷിച്ചിടത്തോളം ദുബായിൽ ഇങ്ങനെ ഒരു കമ്പനിയുടെ ബോർഡ് അന്വേഷിച്ച ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. ദീപക്, കഴിഞ്ഞ കുറച്ച് ദിവസമായി അല്ല കഴിഞ്ഞ കുറച്ച് നാളുകളായി അങ്ങോട്ടും ഇങ്ങോട്ടും വാർത്താ സമ്മേളനം നടത്തി ഇരുവരും ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് 11:30 ഫിറോസിന്റെ വാർത്താ സമ്മേളനം, 12:30 കെ.ടി. ജലീലിന്റെ വാർത്താ സമ്മേളനം. അപ്പം അടി തിരിച്ചടി എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഫിറോസ് ജലീൽ പോര് അല്ലേ? അങ്ങനെ തന്നെയാണ് വിജയകുമാർ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ലീഗിന് വലിയ രീതിയിൽ തലവേദനയാകുന്ന രീതിയിൽ കെ.ടി. ജലീൽ യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറിക്ക് എതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലല്ല, അയാൾ ദുബായിൽ ഒരു സ്ഥാപനത്തിൽ നിന്നും 5.5 ലക്ഷം രൂപ ശമ്പളം, അത് ഇന്നും ജലീൽ ആവർത്തിച്ചതാണ്. ഇത്തരം കാര്യങ്ങളിൽ മറുപടി പറയാൻ വേണ്ടിയാണ് ഇന്ന് പി.കെ. ഫിറോസ് ആദ്യം വാർത്താസമ്മേളനം വിളിക്കുന്നു. ആ വാർത്താസമ്മേളനത്തിൽ ജലീലിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. അതായത് മലയാള സർവകലാശാലയുടെ സ്ഥലം ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് കോടികളുടെ അഴിമതി നടത്തിയിരിക്കുന്നു ജലീൽ. അതിൻ്റെ അന്വേഷണം നടത്തുമ്പോൾ വിറളി പൂണ്ടിട്ടാണ് തനിക്കെതിരെ ഇങ്ങനെ ഗുരുതരമായ ആരോപണങ്ങൾ എന്ന് പറഞ്ഞ് പലതും പറയുന്നത്. പക്ഷേ മറ്റൊരു കാര്യം, ഫിറോസ് ഇതിൽ കെ.ടി. ജലീൽ ഉന്നയിച്ച 2-3 ആരോപണങ്ങൾ ശരിവെക്കുന്നുമുണ്ട്. അതിലൊന്ന് ദുബായിൽ നിന്നും ശമ്പളം പറ്റുന്നുണ്ട് എന്നുള്ളതും പിന്നെ കേരളത്തിൽ അദ്ദേഹത്തിന് വ്യാപാരം ബിസിനസ് ഉണ്ട് എന്നുള്ളതുമാണ്. അതിന് ഫിറോസിൻ്റെ മറുപടി ഇപ്രകാരമാണ്: ബിസിനസ് ചെയ്ത് തൊഴിൽ ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കണം, രാഷ്ട്രീയം തൊഴിലാക്കരുത് എന്നാണ് ജലീലിനോട് പറയാനുള്ളത് എന്നുള്ളതാണ്. എന്നാൽ അതേസമയത്ത് ഇന്ന് മറുപടിയായി കെ.ടി. ജലീൽ വാർത്താ സമ്മേളനം വിളിക്കുന്നു. അതിൽ വളരെ കൃത്യമായി ആരോപണങ്ങൾ ആവർത്തിക്കുന്നു. ഒന്ന്, റിവേഴ്സ് ഹവാല എന്ന ആരോപണം നേരത്തെ ഒരു ചോദ്യചിഹ്നമായി ഉന്നയിച്ചിരുന്നു. അതിന് സമാനമായ രീതിയിൽ ഇങ്ങനെ ഒരു സ്ഥാപനം അവിടെ ഇല്ല, ഇല്ലാത്ത സ്ഥാപനത്തിൽ നിന്നുമാണ് 5.5 ലക്ഷം ശമ്പളമായി വരുന്നത്, അതൊരു ഹവാല ഇടപാടാണ് എന്നുള്ള സ്വരത്തിൽ തന്നെയാണ് ഇന്ന് കെ.ടി. ജലീലിൻ്റെ മറുപടി ഉണ്ടായിരിക്കുന്നത്. ഏതായാലും പി.കെ. ഫിറോസ് വലിയ അഴിമതി ആരോപണം ജലീലിനെതിരെ തെളിവുകൾ സഹിതം രേഖകൾ സഹിതം വൈകാതെ പുറത്തുവിടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ ഈ ലീഗ് രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ ജലീലിൻ്റെ CPM ക്യാമ്പിലും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ തർക്കങ്ങളിലേക്ക്, വിവാദങ്ങളിലേക്ക് ഇത് വഴിവെക്കുകയാണ് ഇപ്പോൾ. വിജയകുമാർ. ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട്. ലൈംഗിക ആരോപണ വിവാദത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് അനുകൂലമായി മൊഴി നൽകിയ ജീന സജിയെ കേന്ദ്രീകരിച്ച് വിവാദം. ജീന സജി യൂത്ത് കോൺഗ്രസ് നേതാവല്ല എന്ന് കോട്ടയം ജില്ലാ നേതൃത്വം വിശദീകരിച്ചു. ജീന സജിക്ക് പിന്നിൽ ആരാണ് എന്ന ചർച്ചകളും കോൺഗ്രസിൽ സജീവമാണ്. രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന കാര്യം പാർട്ടി തീരുമാനിക്കുമെന്ന് VD സതീശന്റെ പ്രതികരണം. ലൈംഗിക ആരോപണം ഉയർന്നതിന് പിന്നാലെ നിരവധി പരാതികൾ രാഹുലിനെതിരെ പോലീസ് മേധാവിക്ക് ലഭിച്ചിരുന്നു. ഇതിനിടയിലാണ് രാഹുലിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ജീന സജിയുടെ പരാതി DGPക്ക് ലഭിക്കുന്നത്. രാഹുലിനെതിരെ ഗൂഢാലോചന നടക്കുന്നുവെന്ന് സൂചന നൽകുന്നതായിരുന്നു പരാതി. ഇതിൽ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരാണെന്ന് വിശദീകരിച്ചിരുന്നില്ല. ഇതിനിടയിലാണ് യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് ക്രൈംബ്രാഞ്ചിന് VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കുമെതിരെ മൊഴി നൽകിയെന്ന വിവരം പുറത്തുവന്നത്. മൊഴി നൽകിയത് പരാതിക്കാരിയായ ജീന സജിയാണെന്ന സൂചനകളും പുറത്തുവന്നു. ഇതോടെയാണ് ജീന സജിയെ തള്ളി യൂത്ത് കോൺഗ്രസ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഗൗരി ശങ്കർ ഫേസ്ബുക്കിൽ പോസ്റ്റുമായി എത്തിയത്. ഇവർക്ക് യൂത്ത് കോൺഗ്രസുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് ഗൗരി ശങ്കറിന്റെ വാദം. DGPക്ക് പരാതി നൽകുമെന്നും യൂത്ത് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. രാഹുലിനെതിരെയുള്ള നടപടി ആവശ്യം ശക്തമായിരുന്നുവെന്നും ഒരുമിച്ചുള്ള തീരുമാനമായിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ്. കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ എല്ലാവരും കൂടിയാലോചിച്ച് എടുത്ത യുനാനിമസ് ആയിട്ടുള്ള ഏകകണ്ഠമായ തീരുമാനമാണ്. ആ തീരുമാനം പ്രഖ്യാപിച്ചത് KPCC പ്രസിഡന്റാണ്. എന്നാൽ യൂത്ത് കോൺഗ്രസിന്റെ മുൻ ഭാരവാഹികളുമായി ബന്ധമുള്ള ആളാണ് ജീന സജി എന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗം കുറ്റപ്പെടുത്തുന്നത്. ജീന സജിക്കെതിരെ വഞ്ചനാ കേസുകൾ അടക്കമുള്ളതായും ആരോപണമുണ്ട്.
വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി ക്രൈസ്തവ വിഭാഗത്തെ ചേർത്തു നിർത്താൻ നീക്കങ്ങളുമായി കേരള BJP ഘടകം. സംഘടനാ ജില്ലകളിൽ നിന്ന് 5 വീതം ക്രൈസ്തവ നേതാക്കൾ പങ്കെടുത്ത യോഗം ഇന്നലെ കോട്ടയത്ത് നടന്നു. യോഗം ചേർന്നതിൽ മറ്റു ഗൂഢാലോചന ഒന്നുമില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. ചരിത്രത്തിലാദ്യമായാണ് സംസ്ഥാന BJP മതാടിസ്ഥാനത്തിൽ യോഗം ചേരുന്നത്. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്താതെ പാർട്ടിക്ക് മുന്നേറ്റമുണ്ടാക്കാനാകില്ലെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് നീക്കം. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്നത് വിവാദമാകാതിരിക്കാൻ സോഷ്യൽ ഔട്ട്റീച്ച് സംസ്ഥാന ശില്പശാല എന്ന പേരിലേക്ക് അവസാന നിമിഷം മാറ്റിയെങ്കിലും ശില്പശാലയിൽ നടന്ന പവർ പോയിന്റ് പ്രസന്റേഷനുകളിൽ BJP ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന് വ്യക്തമാക്കിയായിരുന്നു ചർച്ചകൾ. ക്രൈസ്തവ സഭകളെ അടുപ്പിച്ചു നിർത്താൻ സഭാ അടിസ്ഥാനത്തിൽ നേതാക്കൾക്ക് ചുമതല നൽകി. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് താഴെത്തട്ടിലേക്ക് വരെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് വ്യാപിപ്പിക്കും. നിലവിലെ 5 അംഗ ജില്ലാ കമ്മിറ്റികളെ 30 അംഗ കമ്മിറ്റികളായി വിപുലീകരിക്കും. പിന്നാലെ മണ്ഡലം, ഏരിയ, പഞ്ചായത്ത് തലങ്ങളിലും ക്രിസ്ത്യൻ ഔട്ട്റീച്ച് കമ്മിറ്റി രൂപീകരിക്കും. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ചിലവുകൾക്കായി 1 കോടി രൂപ യുദ്ധകാലാടിസ്ഥാനത്തിൽ പാർട്ടി മാറ്റിവെച്ചു. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് സംസ്ഥാന കൺവീനർ ഷോൺ ജോർജിൽ നിന്ന് കണക്ക് ബോധിപ്പിച്ച് ചിലവ് തുക വാങ്ങാം. സംസ്ഥാന ജോയിന്റ് ട്രഷറർക്കാണ് കണക്കുകൾ നോക്കാൻ ചുമതല. സഭ സഹായിക്കാതെയാണ് ക്രിസ്ത്യൻ വോട്ടുകൾ കിട്ടിയതെന്ന ചില നേതാക്കളുടെ വാക്കുകൾ പാർട്ടിയെ പിന്നോട്ട് നയിക്കുമെന്നും സഭ പറയാതെ ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യില്ലെന്നും പരിപാടിയിൽ ഷോൺ ജോർജ് പറഞ്ഞു. കോട്ടയത്ത് ജ്ഞാനായ കത്തോലിക്ക സഭ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാടുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് കൂടിക്കാഴ്ച നടത്തി. അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. ADGP MR അജിത് കുമാറിന്റെ ശബരിമലയിലെ ട്രാക്ടർ യാത്രാ വിവാദത്തിൽ പോലീസിൽ വീണ്ടും നടപടി. യാത്രാ വിവരങ്ങൾ ചോർത്തി എന്ന സംശയത്തിൽ പത്തനംതിട്ട സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് DYSP സ്ഥലം മാറ്റി. പത്തനംതിട്ടയിൽ നിന്ന് ആലുവയിലേക്കാണ് അദ്ദേഹത്തെ മാറ്റിയത്. MR അജിത് കുമാറിന്റെ ശബരിമലയിലേക്കുള്ള ട്രാക്ടർ യാത്രയുടെ വിവരങ്ങൾ ചോർന്നതിൽ പോലീസിലെ ഒരു വിഭാഗത്തിന് കടുത്ത അതൃപ്തിയുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് വിവരങ്ങൾ ചോർന്നതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുടെ പേരിൽ പത്തനംതിട്ട സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് DYSP ഡോക്ടർ R ജോസിനെ സ്ഥലം മാറ്റിയത്. പത്തനംതിട്ടയിൽ നിന്ന് ആലുവ DCRBയിലേക്കാണ് സ്ഥലം മാറ്റം. വിരമിക്കാൻ 8 മാസം മാത്രം ബാക്കി നിൽക്കെയാണ് സ്ഥലം മാറ്റം. 1 മാസം മുമ്പാണ് സ്ഥലം മാറ്റ ഉത്തരവ് ഇറങ്ങിയത്. ഒരാഴ്ച മുമ്പ് ഡോക്ടർ ജോസ് പത്തനംതിട്ടയിൽ നിന്നും വിടുതൽ വാങ്ങുകയും ചെയ്തു. സ്ഥലം മാറ്റത്തിൽ പോലീസിൽ തന്നെ ഒരു വിഭാഗത്തിനിടയിൽ അതൃപ്തിയുണ്ട്. അച്ചടക്ക നടപടിയല്ലെന്നും സ്വാഭാവിക സ്ഥലം മാറ്റം എന്നുമാണ് ഔദ്യോഗിക വിശദീകരണം. ADGP MR അജിത് കുമാർ ജൂലൈ 12, 13 തീയതികളിലാണ് ശബരിമലയിലേക്കും തിരിച്ച് പമ്പയിലേക്കും ട്രാക്ടർ യാത്ര നടത്തിയത്. ദൃശ്യങ്ങൾ സഹിതം വാർത്ത വന്നതോടെ വിഷയത്തിൽ ഹൈക്കോടതി ഇടപെട്ടിരുന്നു. 24 പത്തനംതിട്ട. മദ്യപിച്ച് വാഹന പരിശോധനയ്ക്കിറങ്ങിയ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. എറണാകുളം RT ഓഫീസിലെ ബിനുവിനെയാണ് നാട്ടുകാർ പോലീസിന് കൈമാറിയത്. ബിനുവിനെതിരെ തൃക്കാക്കര പോലീസ് കേസെടുത്തു. ഇന്നലെ രാത്രിയാണ് തൃക്കാക്കര തോപ്പിൽ ഭാഗത്ത് മദ്യപിച്ച ശേഷം അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ബിനു വാഹന പരിശോധനയ്ക്കെത്തിയത്. നേരെ നിൽക്കാൻ സാധിക്കാതിരുന്ന ബിനു മദ്യപിച്ചിട്ടുണ്ടെന്ന് നാട്ടുകാർക്ക് സംശയം തോന്നി. തുടർന്ന് ഉദ്യോഗസ്ഥന്റെ അടുത്തെത്തിയപ്പോൾ താൻ RTO ആണെന്ന് പറഞ്ഞ് നാട്ടുകാർക്ക് നേരെ തട്ടിക്കേറിയെന്നാണ് പരാതി. ഇതോടെ നാട്ടുകാരും ഉദ്യോഗസ്ഥനും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. പ്രദേശവാസികൾ പോലീസിൽ വിവരമറിയിച്ചതോടെ ഉദ്യോഗസ്ഥരെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു. വൈദ്യപരിശോധനയിൽ ബിനു മദ്യപിച്ചതായി കണ്ടെത്തി. ഇതോടെയാണ് ഇയാൾക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഉദ്യോഗസ്ഥനെതിരെ വകുപ്പുതല നടപടികൾ ഉണ്ടാകുമെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. 24 കൊച്ചി. വിട പറഞ്ഞ് 1.5 മാസം പിന്നിടുമ്പോൾ VS അച്യുതാനന്ദന്റെ പോരാട്ടകാലം ഓർത്തെടുത്ത് സഹയാത്രികർ. VS മുഖ്യമന്ത്രിയായിരിക്കെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന KM ഷാജഹാന്റെ നേതൃത്വത്തിൽ VS അനുസ്മരണ സമിതിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. തീക്കാലങ്ങളുടെ ഓർമ്മകൾ എന്ന പേരിൽ VSനെ പ്രിയപ്പെട്ടവർ ഓർത്തെടുത്തു. സാധാരണക്കാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാൻ എല്ലാ കാലത്തും VS ഉണ്ടായിരുന്നുവെന്ന് KK രമ MLA പറഞ്ഞു. 24 എഡിറ്റർ ഇൻചാർജ് PP ജെയിംസ്, BJP നേതാവ് PC ജോർജ്, രാഷ്ട്രീയ നിരീക്ഷകൻ KC ഉമേഷ് ബാബു, ലത്തീൻ അതിരൂപത വികാരി ജനറൽ ഫാദർ യൂജിൻ പെരേര തുടങ്ങിയവർ പങ്കെടുത്തു. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ ഉടൻ തിരികെ എത്തിക്കാൻ കഴിയില്ല. സ്വർണ്ണപ്പാളികൾ ഉരുക്കിയ നിലയിലായതിനാൽ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയ ശേഷമേ തിരികെ കൊണ്ടുവരാൻ കഴിയൂ. ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇന്ന് ഹൈക്കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകും. ചെന്നൈയിലേക്ക് സ്വർണ്ണപ്പാളി കൊണ്ടുപോയത് നടപടിക്രമം പാലിച്ചു തന്നെയെന്നാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം.
ആചാരങ്ങൾ പാലിക്കാനാണ് ബോർഡ് ശ്രമിച്ചത്. സാങ്കേതിക പ്രശ്നത്തിന്റെ പേരിൽ പഴി കേൾക്കുന്നുവെന്നും PS പ്രശാന്ത്. ഇത് ഇലക്ട്രോപ്ലേറ്റിംഗ് ആണ്, രാസപ്രക്രിയയാണ്. അപ്പോൾ അതിൻ്റെതായ ചില പ്രശ്നങ്ങളുണ്ട്. അത് തിരിച്ചു കൊണ്ടുവരുവാൻ ഇപ്പോൾ നിലവിൽ ഒരു അസാധ്യമായൊരു കാര്യമാണ്. അപ്പോൾ അത് ഞങ്ങളിന്ന് ബഹുമാനപ്പെട്ട കോടതിയുടെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തും. ബഹുമാനപ്പെട്ട തന്ത്രിയുടെ നേതൃത്വത്തിൽ ശുദ്ധിക്രിയ നടത്തി അകത്ത് സ്ഥാപിക്കുന്നതുവരെ സുതാര്യമായ മഹസർ എഴുതി വീഡിയോ ചിത്രീകരണം ഉൾപ്പെടെയുള്ള പ്രോസസ്സാണ്. ഇതിനെ സംബന്ധിച്ചാണ് ഞങ്ങൾ എന്തോ വലിയ അപരാധം ചെയ്തു എന്നുള്ള മട്ടിലാണ് മാധ്യമങ്ങളിൽ പ്രചരണം വരുന്നത്. ഞങ്ങൾ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കുവാൻ മാത്രമേ ഞങ്ങൾ പരിശ്രമിച്ചിട്ടുള്ളൂ. ഇളക്കിക്കൊണ്ടുപോയ സ്വർണ്ണപ്പാളി ഉടൻ തിരികെ കൊണ്ടുവരാനാകില്ലെന്നും അക്കാര്യം ഹൈക്കോടതി അറിയിക്കുമെന്നും PS പ്രശാന്ത് പറഞ്ഞു. സ്വർണ്ണപ്പാളികളുടെ ഇലക്ട്രോപ്ലേറ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ തിരികെ എത്തിക്കാനാകില്ല. ഇക്കാര്യമാണ് കോടതിയെ ബോധ്യപ്പെടുത്തുക. കോടതിയുടെ അനുമതി തേടാതിരുന്നത് സാങ്കേതിക വിഷയം മാത്രമാണെന്നും PS പ്രശാന്ത് വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. ശബരിമലയിലെ വെർച്വൽ ക്യൂ ബുക്കിംഗിൽ അപ്രഖ്യാപിത നിയന്ത്രണമെന്ന് പരാതി. 19, 20 തീയതികളിൽ ഓൺലൈൻ ബുക്കിംഗ് നടത്താൻ കഴിയുന്നില്ല എന്നാണ് ആരോപണം. ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിനാലാണ് നിയന്ത്രണം എന്നാണ് ഹിന്ദു സംഘടനകളുടെ ആക്ഷേപം. എന്നാൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിശദീകരിക്കുന്നു. ഈ മാസം 20-നാണ് സർക്കാർ പ്രഖ്യാപിച്ച ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ നടക്കുക. പരിപാടിയുടെ മറവിൽ കന്നിമാസ പൂജകൾക്കായി നട തുറന്നിരിക്കുന്ന 19, 20 തീയതികളിൽ ബുക്കിംഗിന് നിയന്ത്രണം ഏർപ്പെടുത്തിയെന്നാണ് ഹൈന്ദവ സംഘടനകളുടെ ആക്ഷേപം. കന്നിമാസ പൂജകൾക്കായി ശബരിമലയിലേക്ക് എത്തിച്ചേരുന്ന സാധാരണ അയ്യപ്പ ഭക്തന്മാർക്കുള്ള വെർച്വൽ ക്യൂ നിഷേധിച്ചുകൊണ്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സർക്കാരും VIP ഭക്തർക്കായി ദർശന സൗകര്യവും അവിടെ താമസ സൗകര്യവും ഒക്കെ ഒരുക്കുന്നത്. ഈ നടപടി അത്യന്തം പ്രതിഷേധാർഹമാണ്. എതിരെ കോടതിയെ സമീപിക്കുവാനാണ് ആചാര സംരക്ഷണ സമിതി അടക്കമുള്ള ഹിന്ദു സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത്. വെർച്വൽ ക്യൂ ബുക്കിംഗിനെതിരെ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്കെതിരെ കോടതിയെ സമീപിക്കാനും ആചാര സംരക്ഷണ സമിതി അടക്കമുള്ള ഹൈന്ദവ സംഘടനകൾക്ക് പദ്ധതിയുണ്ട്. അതേസമയം അപ്രഖ്യാപിത നിയന്ത്രണമെന്ന ആരോപണം തള്ളുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ബുക്കിംഗിന് ഒരു തരത്തിലുള്ള നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടില്ല എന്നാണ് ബോർഡ് വിശദീകരണം. 24 പത്തനംതിട്ട. റാപ്പർ വേടനെതിരെയുള്ള പരാതികളിൽ ഗൂഢാലോചന ആരോപിച്ച് കുടുംബം. അന്വേഷണം ആവശ്യപ്പെട്ട് വേടന്റെ സഹോദരൻ ഹരിദാസ് മുരളി മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ആരോപണങ്ങളിൽ ചില സംശയങ്ങളുണ്ടെന്നും വേടൻ കടുത്ത മാനസിക സമ്മർദ്ദം നേരിടുന്നുണ്ട് എന്നും ഹരിദാസ് പറഞ്ഞു. വേടനെതിരെ തൃക്കാക്കര പോലീസ് ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ 2 പരാതികളാണ് മുഖ്യമന്ത്രിക്ക് ലഭിച്ചത്. വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ പരാതികൾ ഉയർന്നു വന്നതിലാണ് കുടുംബത്തിന്റെ സംശയം. വേടനെ സ്ഥിരം കുറ്റവാളിയാക്കാൻ ശ്രമിക്കുന്നു. വേടൻ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയമാണ് ചിലരുടെ പ്രശ്നമെന്ന സഹോദരൻ ഹരിദാസ്. കാരണം നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം അങ്ങനെയാണല്ലോ, അദ്ദേഹം പറയുന്ന രാഷ്ട്രീയവും അങ്ങനത്തെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പണ്ട് തൊട്ടേ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത് ഈ നിലയ്ക്കായിട്ടാണ് ഭയങ്കരമായിട്ട് നമുക്ക് എക്സ്ട്രീമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതി DGPക്ക് കൈമാറുമെന്നാണ് സൂചന. ബലാത്സംഗ കേസിൽ തുടർച്ചയായി 2 ദിവസം വേടനെ ചോദ്യം ചെയ്തിരുന്നു. അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുന്നുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പരാതിക്കാരിയെ നേരിട്ട് ബന്ധപ്പെടാൻ ഇനിയും പോലീസിനായിട്ടില്ല. ഈ കേസിലും വേടന് എറണാകുളം മജിസ്ട്രേറ്റ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. മലപ്പുറം ചെലേമ്പ്ര സ്വദേശി ഷാജിയാണ് മരിച്ചത്. ഇതോടെ രോഗം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചവരുടെ എണ്ണം 6 ആയി. കഴിഞ്ഞ ഓഗസ്റ്റ് 9-നാണ് 47 വയസ്സുകാരനായ ഷാജിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു ഷാജി. ഇന്നലെ രാത്രിയാണ് മരിച്ചത്. കരൾ രോഗബാധിതനായിരുന്നു. നേരത്തെയുണ്ടായ അപകടത്തിൽ തലയ്ക്ക് പരുക്കേറ്റിരുന്നു. ഇതുവഴിയാകാം രോഗബാധയെന്നാണ് സംശയം. ഇന്നലെ 2 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചിരുന്നു. മലപ്പുറം സ്വദേശിയായ 10 വയസ്സുകാരിക്കും രാമനാട്ടുകര സ്വദേശിയായ 30 വയസ്സുകാരിക്കുമാണിത്. രാമനാട്ടുകര സ്വദേശി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയിൽ കഴിയുന്നത്. നിലവിൽ 10 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളത്. ഇതിൽ 3 പേർ കുട്ടികളാണ്. 24 കോഴിക്കോട്. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ മാസം 17-ന് കാതുകുത്തി കമ്മലിടൽ ചടങ്ങ് നടത്തും. സൗജന്യമായി കമ്മൽ നൽകും. അർഹരായ കുട്ടികളുടെ രക്ഷിതാക്കൾ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. സ്വർണത്തിന്റെ GST കുറയ്ക്കണമെന്നും ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. 3% നിന്ന് 1% കുറയ്ക്കണം എന്നാണ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടത്. നോക്കാം കാലാവസ്ഥാ റിപ്പോർട്ട്.